അടുത്ത സെഷനിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഈ എക്സ്റ്റേണൽ ചലഞ്ചസ്, എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബൈബിളുമായി ബന്ധമൊന്നുമില്ല, പക്ഷെ ട്രിനിറ്റിക്കെതിരെയുള്ള ആക്രമണം നടത്തുന്ന ആളുകൾ, എസ്പെഷ്യലി മുസ്ലിം ബ്രദേഴ്സാണ്. അവർക്കുള്ളൊരു മറുപടിയാണ് അടുത്ത ഘട്ടം. അത് നമുക്കൊന്ന് പഠിച്ചു പോകാം. അവിടുന്ന് തുടങ്ങി നമുക്ക് രണ്ടും ചേർന്ന് കിടക്കുന്നൊരു വിഷയം ആയതുകൊണ്ട് അവിടുന്ന് തന്നെ അങ്ങ് ആരംഭിക്കുക, അതാ നല്ലത്. കാരണം നിങ്ങൾ ഇസ്ലാമിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നേരിടേണ്ടി വരുന്ന ആൾക്കാരാണ്, അപ്പോൾ ഇത് പ്രയോജനപ്പെടും. ആദ്യം തന്നെ ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം സ്ലേവ് എന്നാണ്, അടിമ എന്നാണ്. അത് ഒരു മതം എന്നതിലുപരി ലോകം കണ്ടതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മിലിറ്റൻ്റായ കമ്മ്യൂണിറ്റിയാണ്, ഒരു മിലിറ്റൻ്റ് കമ്മ്യൂണിറ്റിയാണ്. അവരുടെ പഠനമനുസരിച്ച് ഏതൊരു ബിലീവറും ഒരു സോൾജിയറാണ്. നമ്മളും സോൾജിയേഴ്സ് എന്ന് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ സ്പിരിച്വലാണ് വാർ. ഏതൊരു ഘട്ടത്തിലും മിലിറ്റൻ്റായിട്ട് ഐഡിയോളജിയെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഓരോ ബിലീവറും അതിൻ്റെ ഫോളോവറും ബാധ്യസ്ഥരാണ്. ഇതൊക്കെ രൂപപ്പെട്ടു വന്ന ഒരു പശ്ചാത്തലം ചെറുതായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനുള്ളൊരു പരിഹാരം കൂടി കണ്ടെത്താം. നമ്മളിന്ന് അറേബ്യൻ പെനിൻസുല എന്ന് കരുതുന്ന, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയുന്ന സൗദി അറേബ്യൻ പ്രദേശം, അവിടെ മക്ക എന്നു പേരുള്ള ഒരു സ്ഥലം. ആ മക്കയിൽ കർത്താവായ യേശുക്രിസ്തുവിന് 570 കൊല്ലങ്ങൾക്ക് ശേഷം AD 570 570 അബ്ദുള്ള ആമിന ദമ്പതികളുടെ മകനായി മുഹമ്മദ് എന്ന ഒരു മനുഷ്യൻ ജനിക്കുന്നു. ആ ജനനത്തെപ്പറ്റി കൂടി ഒന്ന് പറഞ്ഞു തുടങ്ങണം. ഇദ്ദേഹത്തിന് അബ്ദുള്ളയുടെ പിതാവിൻ്റെ പേര് അബ്ദുൽ മുത്തലിബ് എന്നായിരുന്നു. ഈ അബ്ദുൽ മുത്തലിബ് തൻ്റെ മകനായ ഈ അബ്ദുള്ളയ്ക്ക് വേണ്ടി, നമ്മളിപ്പോൾ ഈ ഇസ്ലാമികമായ ഒരു പദം പറയുമ്പോൾ അബ്ദുള്ള എന്നൊന്നും പറയല്ലേ, ലാ, ഈ ശബ്ദം പറയണം, ലാ, മനസ്സിലായല്ലോ. അള്ളാഹു എന്നല്ല പറയണ്ടേ, അല്ലാഹു. നാക്കല്പം മുമ്പോട്ടിറങ്ങി വരണം. ഒത്തിരി പേരല്ലേ പിന്നെ പ്രാർത്ഥിക്കേണ്ടി വരും തിരിച്ചു കയറാൻ. അല്ലാഹു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് തൻ്റെ മകനായ അബ്ദുള്ളയ്ക്ക് വേണ്ടി ഒരു വിവാഹം, ഒരു പെണ്ണ് കാണാൻ പോയി. അത് നമ്മളിന്ന് മദീന എന്നറിയപ്പെടുന്ന സ്ഥലത്ത്. ഈ വീട്ടിൽ ആമിന എന്നൊരു പെൺകുട്ടിയെ കണ്ടു. ആമിനയുടെ വീട്ടിൽ തന്നെ തൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആമിനയുടെ വീട്ടിൽ നിന്ന കസിനായിട്ടുള്ള ഒരു പെൺകുട്ടി, അപ്പോൾ അവർക്കൊരു 3 വയസ്സ് ആമിനയേക്കാൾ മൂത്തത്, കഷ്ടിച്ച്. അപ്പോൾ ഇവരെ രണ്ടുപേരും അപ്പനും മോനൂടെ കാണാൻ വന്നു. തിരികെ പോയി കഴിഞ്ഞ് വളരെ മനോഹരമായി തന്നെ ആ കല്യാണം നടന്നു. പക്ഷേ 2 കല്യാണം ഒരുമിച്ച് നടന്നു. അപ്പന് ഈ പെൺകുട്ടിയുടെ സഹോദരിയെ ഇഷ്ടപ്പെട്ടു, മകൻ ആമിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അപ്പനും മകനും ഒരു വീട്ടിൽ നിന്ന് ഒരേ ദിവസം വിവാഹം നടത്തി. നമ്മൾ വിഷമിക്കണ്ട, ചിലവൊക്കെ ചുരുങ്ങിയിരുന്നോട്ടെ എന്നോർത്ത് ദീർഘവീക്ഷണത്തോടെ ചെയ്തൊരു കാര്യമാണ്. അതിലൊന്നും നമുക്ക് പരിഭവമില്ല. അപ്പം ഇതിന് ശേഷം ഇവർ മടങ്ങിയെത്തി. എന്നിട്ട് അബ്ദുള്ളയും ആമിനയും തമ്മിൽ ഒരുമിച്ച് കഷ്ടിച്ചൊരു 6 മാസം പാർത്തുള്ളൂ. മറ്റേ പെണ്ണിയുടെ പേര് ഞാൻ പറഞ്ഞില്ല, ഹലെ എന്നായിരുന്നു. ഹലെ ഒരു കണക്ക് പറഞ്ഞാൽ ഇവളുടെ ചേട്ടത്തിയാണ്. അതേസമയം ആ ബന്ധത്തിൽ ചേട്ടത്തിയാണ്, അപ്പുറത്തെ ബന്ധത്തിൽ അമ്മയായിട്ട് വരും. അപ്പോൾ ഈ പോയ വഴിക്ക് അബ്ദുള്ള മരിച്ചുപോയി.
ഈ കാരവൻ മറ്റേ ട്രേഡിന് വേണ്ടി പോയാണ് മരിച്ചുപോയി. വളരെ ദരിദ്രമായൊരു കുടുംബമാണ്. അബ്ദുള്ള മരിച്ചു. ആമിനൊരു കുട്ടിക്ക് ജന്മം കൊടുത്തു, അതാണ് മുഹമ്മദ്. ഹലയും ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തു. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് ഒരു കുഞ്ഞ് ജനിക്കാൻ കാരണം 6 മാസം അവർ ഒരുമിച്ച് പാർത്തല്ലോ. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, അംഗീകൃതമായ ഏത് ഇസ്ലാമിക് ഹിസ്റ്ററി പഠിച്ചാലും ഈ ഹലയുടെ മകനേക്കാൾ മുഹമ്മദ് 4 വയസ്സ് ഇളയതാണ്. ഇവർ തമ്മിൽ വരാവുന്ന, ഇനി മുഹമ്മദ് മൂത്ത ആളാണെങ്കിൽ ഹലയുടെ മകൻ ഏത് പ്രായമാകാം താഴോട്ട്. കാരണം മുത്തലിബും ഭാര്യയും കൂടെ ഒരുമിച്ച് കഴിയുന്നുണ്ട്, മക്കളെപ്പോഴും ജനിക്കാം. പക്ഷെ മുഹമ്മദ് മൂത്തതാണെങ്കിൽ ഇവർ തമ്മിൽ 6 അല്ലെങ്കിൽ 5 മാസത്തിൽ കൂടിയ വ്യത്യാസം. ഇളയതാണെങ്കിൽ വരാൻ പാടില്ല. മനസ്സിലായോ? അത് ശരിയല്ലേ? പിടികിട്ടില്ലാന്ന് തോന്നുന്നു. ഹസ്ബൻഡിൻ്റെ കൂടെ അവർ താമസിച്ച് 6 മാസമുള്ളൂ. അപ്പോൾ ഈ കുട്ടി മൂത്തതാണെന്ന് വിചാരിക്കുക. ഹലയുടെ മകൻ എപ്പോഴും ജനിക്കാം താഴോട്ട്, ഹസ്ബൻഡ് കൂടെ ഉണ്ട്. തിരിച്ചാണെങ്കിൽ ഹലയുടെ പുത്രൻ മൂത്തതും മുഹമ്മദ് ഇളയതുമാണെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രായവ്യത്യാസം 5 വയസ്സിൽ കൂടുതൽ വരാൻ പാടില്ല. 5 മാസം അല്ലെ 6 മാസം. ശരിയല്ലേ? പക്ഷേ എല്ലാ ജീവചരിത്രങ്ങളിലും ഇവർ തമ്മിലുള്ള പ്രായവ്യത്യാസം, മുഹമ്മദ് ഇളയതുമാണ്, 4 വയസ്സാണ്. ഞാനിതോടത്ത് ക്ലാസ് എടുത്തപ്പോൾ ഒരാൾ ചോദിച്ചു, ഇതെങ്ങനെ അങ്ങനെ ശരിയാകുന്നത്? ഞാൻ പറഞ്ഞാ, പക്ഷെ അതിന് പണ്ഡിതന്മാർ മറുപടി പറയും, 4 വർഷം മുഹമ്മദ് ആമിനയുടെ ഉദരത്തിൽ തന്നെ കിടന്നു. അതൊരു ഭയങ്കര കിടപ്പായിപ്പോയി. 4 years ഗർഭാശയത്തിൽ കിടന്നു. അല്ല, നമ്മളോട് ഈ കക്ഷിയിൽ ചോദിക്കുന്നത് ദൈവത്തിന് അപ്പനോ എന്നൊക്കെ ചോദിക്കുന്ന കക്ഷികളാണ്. ഉണ്ട് ഞാൻ പറഞ്ഞാൽ അല്ലേ, ചോദിക്കില്ല. ദൈവത്തിന് മകനുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചാൽ ദൈവത്തിനുണ്ടാകുന്ന അവിടെ നിൽക്കട്ടെ. ആദ്യം ഈ മകൻ്റെ കാര്യത്തിൽ ഒരു പരിഹാരം വരുത്ത്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാം കിടപ്പുണ്ട്, അവരാരും മറുപടിയും തന്നിട്ടില്ല. കുറഞ്ഞത് 300 വീഡിയോ എങ്കിലും ഞാൻ ഈ മേഖലയിൽ ചെയ്തിട്ടുണ്ട്, എല്ലാം കിടപ്പുണ്ട്, ഒന്നും കളഞ്ഞിട്ടില്ല. ഇനി അതൊക്കെ അവരുടെ കാര്യം, കാലം ഒത്തിരി കഴിഞ്ഞു. ഇദ്ദേഹം ഈ അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണയിലായി. അപ്പൻ മരിച്ചപ്പോൾ ആ വലിയപ്പൻ്റെ. കുറേ കഴിഞ്ഞ് അബ്ദുൽ മുത്തലിബും മരിച്ചു, ഈ ആമിനയും മരിച്ചു. ഇദ്ദേഹം ഏകദേശം ഒരു അനാഥമായ അവസ്ഥയിലെത്തിയപ്പോൾ ഈ അബ്ദുൽ മുത്തലിബിന്, അതായത് വലിയപ്പന് ഒരു സഹോദരനുണ്ട്. അത് തൻ്റെ അപ്പൻ്റെ കൊച്ചപ്പൻ. അദ്ദേഹത്തിൻ്റെ പേര് അബു താലിബ് എന്നായിരുന്നു. ഈ അബു താലിബിൻ്റെ സംരക്ഷണയിലായി. അബു താലിബ് ഒരു നല്ല മനുഷ്യനായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. സുഗന്ധ വസ്തുക്കൾ, പെർഫ്യൂംസൊക്കെ വിൽക്കുന്ന ആളായിരുന്നു. വിലപിടിപ്പുള്ള അറേബ്യൻ ഉൽപ്പന്നങ്ങൾ കൊടുക്കുക വാങ്ങുക ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം അങ്ങനെ ഈ ട്രേഡൊക്കെ പഠിച്ചു, ബിസിനസ് പഠിച്ചു. ഇങ്ങനെ ഇരിക്കെ നാട്ടിൽ ഖദീജ എന്നു പേരായ ഒരു ജൂത സ്ത്രീ ഉണ്ടായിരുന്നു. വലിയ ധനാഢ്യായിരുന്നു ഖദീജ. ഖദീജ 2 വിവാഹം കഴിച്ചിരുന്നു. ആ 2 വിവാഹത്തിൽ നിന്നായിട്ട് 4 കുട്ടികളും ഉണ്ടായിരുന്നു. ഈ ഖദീജയുടെ ഒരു ജോലി, ഈ കാര്യങ്ങൾ ഏറ്റെടുത്തുന്ന ഒരു പ്രൈവറ്റ് സെക്രട്ടറിയുടെ ജോലി, അതിലേക്ക് മുഹമ്മദ് പ്രവേശിച്ചു. വളരെ വിശ്വസ്തനായി അവർ കണ്ടു. അദ്ദേഹം കച്ചവടമൊക്കെ ഏറ്റെടുത്ത് നടത്തി. കണക്കെഴുത്ത് ആയിരുന്നു പ്രധാനം. ഇവിടെ തന്നെ ഈ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഒരു വാദം അടഞ്ഞു പോകാറുണ്ട്. ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന മുഹമ്മദ് അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളാണ്. അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളിനെങ്ങനെ കണക്കെഴുതാൻ പറ്റുന്നത്? ആ കണക്കെഴുതിയാൽ മതി, അറബിയും പഠിക്കാം. കാരണം അറബി തന്നെയാണ്, ആ വാക്ക് തന്നെയാണ് അവർ അക്ഷരവും. മനസ്സിലായോ? അറബിയിലെ ആൽഫബറ്റ് തന്നെയാണ്. അലിഫ് എന്ന് പറയുന്നത് തന്നെയാണ് 1, ബാഗ് എന്ന് പറയുന്നതാണ് 2. അപ്പോൾ ഒരാൾക്ക് അറബി അക്ഷരം അറിയാമെന്ന് പറഞ്ഞാൽ അക്കം അറിയാം, അക്കം അറിയാമെങ്കിൽ അക്ഷരം അറിയാം. ഖദീജയുടെ കണക്കെഴുത്താണ്. ഇതെല്ലാം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഖദീജ മുഹമ്മദ് ഖദീജയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കുമ്പോൾ ഖദീജയുടെ പ്രായം 40, മുഹമ്മദിൻ്റെ പ്രായം 21 21 വയസ്സ്
മുഹമ്മദിനും ഖദീജയ്ക്ക് 40. ആ കൂടെ മുഹമ്മദിനൊപ്പം ഒരു അടിമയുണ്ടായിരുന്നു, ഒരുമിച്ച് ജോലി ചെയ്ത. ആ അടിമയുടെ പേര് സെയ്ദ് എന്നായിരുന്നു. സെയ്ദ്, ഈ പേര് മറക്കല്ല, നമുക്ക് ആവശ്യം വരും. സെയ്ദ്. അപ്പോൾ മുഹമ്മദ് പെട്ടെന്ന് രണ്ടുപേരും അടിമകളായി ജീവിതം തുടങ്ങി. ഒരാൾ പെട്ടെന്ന് ഭർത്താവായപ്പോഴേക്ക് യജമാനനായി. അപ്പോൾ പഴയ സ്നേഹം വെച്ച് ഇയാളെ അഡോപ്റ്റ് ചെയ്ത് ഒരു അഡോപ്റ്റഡ് സൺ ആക്കി മാറ്റി. ആ പദവിയെല്ലാം കൊടുത്തു. അങ്ങനെ സമ്പന്നമായ ഒരു ജീവിത പശ്ചാത്തലത്തിലൂടെ പോകുമ്പോൾ ഈ മെക്ക എന്ന് പറയുന്ന സ്ഥലം ഈ പൊളിത്തൈസ്റ്റിക് ആയിട്ടുള്ള ബഹുദൈവ വിശ്വാസികളുടെ ഒരു കേന്ദ്രമാണ്. പെർ ഡേ ഓരോ ദിവസത്തിനും ഓരോ ഗോഡസസാണ്. ഒരു ദിവസത്തിനൊരു ഗോഡ്. അങ്ങനെ 360 ദിവസമാണ് അവർക്ക്. നമുക്ക് 365 അറബികൾക്കും ജൂതന്മാർക്കും ഒക്കെ എത്ര വർഷം? അതിൻ്റെ കാരണം എന്താ? അടിസ്ഥാനം ചന്ദ്രനാണ് വർഷത്തിൻ്റെ. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. അതിനെ ആസ്പദീകരിച്ചാണ് 360 ദിവസമുള്ള. അത് ജൂതന്മാരുടെ വർഷം ഇവർ അഡോപ്റ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഈ മനുഷ്യൻ ഈ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്തിൽ ഒക്കെ പോകും. ഞാൻ ദൈവങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. ഒരു ദിവസത്തിനൊരു ഗോഡ് വെച്ച് ഇതിൽ ഏറ്റവും പ്രധാനിയായൊരു ഗോഡുണ്ട്. ആ ഗോഡിൻ്റെ പേരാണ് അല്ലാ. ഓക്കെ, അല്ലാ. ഈ അള്ളയ്ക്ക് 3 പെൺമക്കളുണ്ടായിരുന്നു. അള്ളയുടെ പെൺമക്കളുടെ പേര് ലാത്ത, LATH, ലാത്ത, മനാത്ത ആൻഡ് ഉസ എന്നിങ്ങനായിരുന്നു. ലാത്തയും മനാത്തയും ഉസയും. ഈ പേര് പറയുമ്പോൾ അൽ ചേർത്ത് പറയണം. അൽ ഈസ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇൻ അറബിക്. പേരിൻ്റെ കൂടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ മസ്റ്റാണ്. അപ്പോൾ അത് അൽ ലാത്ത, അൽ മനാത്ത, അൽ ഉസ. അങ്ങനെയാണിപ്പോൾ അൽ ലാഹാണ് ശരിക്കും അല്ലാഹ്, ദ ലാഹ്. അപ്പോൾ ലാഹിന് 3 പെൺമക്കൾ, ലാത്ത, മനാത്ത, ഉസ. ഇതിൽ ലാത്ത ഈസ് ദ ഗോഡ് ഓഫ് സെക്സ്. ലൈംഗികതയുടെ ദേവതയാണ് ലാത്ത. മനാത്ത പ്രതികാരത്തിൻ്റെ ദേവതയാണ്, ഗോഡ് ഓഫ് റിവഞ്ചാണ്. ഇനി ഉസ ഈ ഡിവൈനേഷൻ്റെ, ദുർമന്ത്രവാദത്തിൻ്റെ ഒക്കെ ദേവതയാണ്. മക്കയുടെ തെക്ക് നക്ല എന്ന സ്ഥലത്തുള്ള ഈന്തപ്പനകൾക്കിടയിലാണ് ഉസയുടെ ആവാസ കേന്ദ്രം. ഇവർക്കെല്ലാം അവിടെയൊക്കെ എവിടെയൊക്കെ കുടിയിരിപ്പുണ്ട്. ആ കൂടെ ഒരാളാണ് അല്ലാ. ഈ അല്ലാ അടക്കമുള്ള ദേവതകൾക്ക് ഓരോ ശിലകൾ ഉണ്ടായിരുന്നു. പെൺമക്കൾ അല്ല, ദേവന് മക്കളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. ഇന്ത്യയിലെ സഹിക്കാമെങ്കിൽ പിന്നെ ഇതാണോ സഹിക്കാൻ പാട്? അതൊരു വിശാല വീക്ഷണം വേണ്ട. ഒരു കാര്യം പറയുമ്പോൾ അല്ലേ? പോട്ടെ. പല്ലാത്ത, അൽമനാത്ത, അല്ലൂസ, 3 പെൺമക്കളും അല്ലയും. അവരൊരു കുഴപ്പമില്ല, കുടുംബസഹിതം ജീവിക്കുക. അച്ഛനായിട്ട് അതിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, അവർ കുടുംബമായിട്ട് ജീവിക്കട്ടെ. അപ്പോൾ മുമ്പേ പറഞ്ഞതിലൊന്നും എനിക്ക് എതിർപ്പില്ല. 21-40 വയസ്സ് കല്യാണം, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഒന്ന് അറിയണമല്ലോ കാര്യം. അപ്പോൾ യേശുവിനെയൊക്കെ ആക്രമിക്കുമ്പോൾ ഇവരൊരു പശ്ചാത്തലം ഒന്ന് അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ശ്രദ്ധിച്ചേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇവിടുത്തെ രീതികളൊക്കെ കണ്ട് മനം മടുത്തു. ഇതൊക്കെ പറയുമ്പോൾ കുറേ നന്മകൾ മക്കയിലുണ്ടായിരുന്നു. മക്കാദിവാസികൾ കവികളെ ബഹുമാനിച്ചിരുന്നു. പോയറ്റ്സിനെ കവികൾ ദിവ്യന്മാരായി കണ്ടിരുന്നു. അതുകൊണ്ട് ഈന്തപ്പനയുടെ മടലിലുമൊക്കെ കവിതകൾ എഴുതി, തുകലിലുമൊക്കെ എഴുതി ആളുകൾ അതുകൊണ്ട് പരസ്യമായിട്ട് വായിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ വിവരമുള്ള മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇവർ കൊള്ള, ഏറ്റുമുട്ടൽ, പിടിച്ചുപറിക്കൽ ഇതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തു. എന്നാൽ ഏകദേശം 1 മാസത്തോളം മക്കയിൽ പെട്ടെന്ന് ഇത് നിരോധിക്കും. ഏറ്റുമുട്ടാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല. അപ്പോൾ ആ കാലത്തേക്ക് മെക്കയും പരിസരങ്ങളും ഹറം ആയി പ്രഖ്യാപിക്കും. ഹറം മീൻസ്
നീറ്റായിരിക്കണം, ക്ലീനായിരിക്കണം, ആരും ഉപദ്രവിക്കാൻ പാടില്ല. അന്ന് ആളുകൾ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് അവിടേക്ക് വരും ഈ സമ്മേളനത്തിന്. എന്നിട്ട് അവരുടെ വിശേഷ വസ്തുക്കൾ ഇവിടെ വിറ്റും ഇവിടുന്ന് സുഗന്ധ വസ്തുക്കൾ വാങ്ങിയൊക്കെ പോകാൻ ഉള്ളൊരു കാലമാണ്. അങ്ങനെ ഉത്സവകാലമാണ്. മുഹമ്മദ് ഇങ്ങനെ കറങ്ങിയൊക്കെ അടിച്ചു വരുമ്പോൾ ഈജിപ്തിൽ ചെന്നു. അപ്പോൾ അവിടെ ധാരാളം മങ്സ്, ക്രിസ്ത്യൻ സന്യാസിമാർ സീനായി മലയുടെ അടിവാരത്തിലുമൊക്കെ പാർക്കുന്നു. നല്ല ഭക്തിയുള്ള മനുഷ്യർ. അർത്ഥാൽ ഇവർ നമ്മുടെ ഓർത്തഡോക്സ് സ്വഭാവമുള്ള മനുഷ്യരാണ് അവരുള്ളത്. നമ്മൾ ഇന്നൊരു മുസ്ലിം സഹോദരനെ കണ്ടാൽ, ഒരു യാക്കോബായ ഓർത്തഡോക്സ് പുരോഹിതനെ കണ്ടാൽ ഇവരുടെ രൂപം ഏതാണ്ട് ഒരുപോലെ ഇരിക്കും, ഒരു താടി. അപ്പോൾ നമ്മൾ പറയും കണ്ടോ ഒരു മുസ്ലിം കൂടെ കൂട്ടിരിക്കുന്നു. തെറ്റാണ്, തിരിച്ചാണ്. മുസ്ലിം കൾച്ചർ ഡെവലപ്പെട്ടത് ഓർത്തഡോക്സുകാരെ അനുകരിച്ചാണ്, അല്ലേ യാക്കോബിറ്റ്. കാരണം അവരാണെന്ന് കൂടുതലുള്ള കാത്തലിക്സും ഉണ്ട്. കാരണം സിറിയൊക്കെയാണ്, ഈ പരിസരമൊക്കെയാണ്, ഈജിപ്റ്റൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് ഇവരിലൂടെ ഏകദൈവത്തെക്കുറിച്ചും അന്ന് നമ്മൾ കാണുന്ന പോലെ ഐക്കണുകളോ വിഗ്രഹങ്ങളോ ഒന്നും ഈ ചർച്ചകളിലില്ല കേട്ടോ. നല്ല നിലയിലൊക്കെ അത് പ്രവർത്തിച്ചേ. വിഗ്രഹാരാധനയ്ക്കെതിരെ ഈ ഏകസത്യ ദൈവത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടിയ മുഹമ്മദ് ഇത് വന്ന് ഈ മെക്കയിലൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ മക്ക നിവാസികൾ റിജക്റ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതേ ഏതാണ്ട് ജോലിയൊക്കെ അവസാനിപ്പിച്ച്, കാരണം സമ്പന്നനായി. കാരണം ഖദീജ വലിയൊരു ധനാഢ്യയാണ്. ഖദീജയിൽ 3 മക്കളുണ്ടായി. അതിൽ ഒരു പെൺകുട്ടി മാത്രമേ അവശേഷിച്ചുള്ളൂ, ബാക്കി കുഞ്ഞുങ്ങളൊക്കെ മരിച്ചുപോയി. അപ്പോൾ ആ പെൺകുട്ടിയുടെ പേരാണ് ഫാത്തിമ. അപ്പോൾ ഇദ്ദേഹം ഒരു ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാൻ വേണ്ടി മക്കയിലെ ഹിറ എന്നറിയപ്പെടുന്ന ഒരു കേവിലേക്ക് പോകും. ഈ കേവിനുള്ളിൽ നല്ലൊരു സുഖമാണല്ലോ ഇരിക്കാൻ, നല്ല കൂളിങ്ങാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു ഭീമാരൂപി ഒരു വലിയ മനുഷ്യൻ വന്ന് മുഹമ്മദിനെ ഞെരുക്കി ശ്വാസം മുട്ടിച്ചു. ശ്വാസം മുട്ടിച്ചിട്ട് പറഞ്ഞു, ആദ്യം പറഞ്ഞ വാക്കുകൾ ഇഖ് അറ എന്നായിരുന്നു. ഇഖ് അറ അറബിയിൽ. ഇഖ് അറ എന്ന് വെച്ചാൽ യു റീഡ്, നീ വായിച്ചാലും എന്നാണ്. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, മ അനബി ഇഗ്രീൻ, ഐ കനോട്ട് റീഡ്, എനിക്ക് വായിക്കാൻ അറിയില്ല. അപ്പോൾ ഈ ഇഖ്റ, വായിക്കുക എന്ന വാക്കിൽ നിന്നാണ് ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം. വാക്കിൻ്റെ എറ്റിമോളജി അവിടെ നിന്നാണ് അത് നിഷ്പാദിച്ചിട്ടുള്ളത്. ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം വായിക്കേണ്ട പുസ്തകം എന്നേ അർത്ഥമുള്ളൂ. ഇഖ്റ. അപ്പോൾ ഇവിടുന്ന് മുഹമ്മദ് ഭയചകിതനായി വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ഖദീജയുണ്ട്. ഖദീജയോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പം ഖദീജ പെട്ടെന്ന് ഇദ്ദേഹത്തെ കൊണ്ട് തൻ്റെ കസിൻ്റെ അരിയിലേക്ക് പോയി, അമ്മാവൻ്റെ മകൻ്റെ അരിയിലേക്ക്. അയാളൊരു നോമിനൽ ക്രിസ്ത്യനായിരുന്നു. അന്ന് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ചില സൂപ്പർസ്റ്റിഷ്യസ് ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അസലം പ്രയോഗം. അതായത് ഒരു പാത്രത്തിൽ മഷി പടർത്തിയിട്ട് അതിൽ നോക്കി ഭാവി പറയുക, മഷിയിട്ട് നോക്കുക എന്നൊക്കെ പറയില്ലേ, ഈ പണിയൊക്കെ ചെയ്യായിരുന്നു. ഒറ്റവാക്കിൽ പറയാൽ ഇയാൾ നമ്മളുടെ കടമറ്റ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഒരു ടൈപ്പ് ആളായിരുന്നു. ആളുടെ പേര് ബറക്ക എന്നായിരുന്നു. ബറക്ക. അപ്പൻ്റെ പേര് നൗഫൽ. ബറക്ക എന്ന പദം വരുന്നത് ബാരൂക്ക് എന്ന പദത്തിൽ നിന്നാണ്. ബറക്ക്, ടു ബ്ലസ് എന്നാ വാക്കിൻ്റെ അർത്ഥം. അപ്പൻ്റെ പേരോട് ചേർക്കുമ്പോൾ അപ്പൻ്റെ പേര് നൗഫൽ. അങ്ങനെ ബറക്കത്ത് ഇബിനു നൗഫൽ. ബറക്ക ദ സൺ ഓഫ് നൗഫൽ, അതാണ് ബറക്കത്ത് ഇബിനു നൗഫൽ. നമ്മുടെ ബിൻ എന്ന് പറയുമല്ലോ, ബിൻ എന്നാണ് പുത്രൻ. അവർ പറഞ്ഞ ആണ് ഇബിനു. ബറക്കത്ത് ഇബിനു നൗഫലിൻ്റെ അരിയിൽ ചെന്നു. നൗഫൽ ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, നീ കണ്ടത് ജിബ്രീലിനെയാണ്. ജിബ്രീൽ ഈസ് ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ ദ ഓൾമൈറ്റി. മാത്രമല്ല, പിതാക്കന്മാർക്ക് വെളിപ്പെട്ട അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിന്നെ അന്ത്യപ്രവാചകനായിട്ട് എടുത്തിരിക്കുകയാണ്. ലോകത്ത് നീ ആദരിക്കപ്പെടും. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് എനിക്കറിയില്ല.
എന്നെല്ലാം പറഞ്ഞൊരു പ്രവചനം നടത്തി വിട്ടു. ഇതാണ് മുഹമ്മദ് പ്രവാചകനാണെന്നുള്ളതിൻ്റെ ഒരേ ഒരു അറ്റസ്റ്റേഷൻ. ബാക്കിയെല്ലാം അദ്ദേഹം തന്നെ പറയുന്നതാണ്. അപ്പം ഞങ്ങൾ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്, ഞാനതുകൂടെ നിങ്ങളോടും കൂടെ ഒരു സഹായം തേടുകയാണ്. ഇവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞു. അതിനുശേഷം കേരളത്തിൽ ഇപ്പോൾ സംവാദമൊന്നുമില്ല. എന്നോട് ഇവിടെ വന്നപ്പോൾ സഹോദരന്മാർ ചോദിച്ചു, സംവാദമൊന്നും ഇപ്പോൾ ഇല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞൊരു മറുപടി, നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ പറ്റുമോ? തനിയെ നിന്ന് സമൂഹഗാനം പാടുന്ന എങ്ങനെയാ? പറ്റിയല്ല അല്ലേ? കാരണം ഇവരിപ്പോൾ സംവാദത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു. ആ പദം കേൾക്കുമ്പോഴേ വിഷമായി, അങ്ങനെ അങ്ങ് പോയി. നല്ല കാര്യം. ഇപ്പോൾ ഹാർമണിയൊക്കെ നിലനിൽക്കട്ടെ. ഇത് ഹാർമണിക്കെതിരെയൊന്നും പറയുന്നതല്ല, പക്ഷേ നമ്മുടെ ഫെയ്ത്ത് എന്താണെന്ന് നമ്മൾ അറിയാൻ വേണ്ടി ആരാണെന്ന് അറിയണമല്ലോ, എവിടെ നിന്നാണ് ഇതിൻ്റെ ഒറിജിനെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇവരുടെ ഇദ്ദേഹം അവിടെ നിന്നൊരു പ്രൊഫറ്റായി മാറുന്നു. അദ്ദേഹം സ്വയം ക്ലെയിം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അളിയനായിട്ടുള്ള നമ്മുടെ ബറക്കത്ത് ഇബ്നു നൗഫൽ പറയുന്നു അദ്ദേഹം പ്രൊഫറ്റാണ്. അതിലൊരു സന്തോഷമുണ്ട്. നമ്മുടെ പല അളിയന്മാരും നമ്മളെ ഒന്ന് അംഗീകരിച്ചാൽ മതിയായിരുന്നു മനുഷ്യനായിട്ട്. ഇത് ഭാഗ്യവാനായ ഒരു മനുഷ്യനാണ്. അളിയൻ പറയാ ഇത് പ്രൊഫറ്റാന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമാണോ? അപ്പോൾ ബറക്കത്ത് ഇബ്നു നൗഫൽ പറഞ്ഞു ഇസ് എ പ്രോഫറ്റ്. ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്ത ചോദ്യം ഇതാണ്. നമ്മൾ ചോദിക്കാറുണ്ട്, ഈ മുഹമ്മദ് പ്രവാചകനെന്ന് ആരാ പറഞ്ഞേ? അപ്പോൾ അവർ പറയും ഖുർആൻ പറയുന്നു. അപ്പോൾ ഖുർആൻ പറഞ്ഞിട്ട് എന്താ കാര്യം? ഖുർആൻ ദൈവത്തിൻ്റെ വചനമല്ലേ? ഖുർആൻ ദൈവവചനമെന്ന് ആര് പറഞ്ഞു? അത് മുഹമ്മദ് പറഞ്ഞു. മുഹമ്മദ് പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? ഖുർആൻ പറഞ്ഞു. ഖുർആൻ ദൈവവചനമാണെന്ന് ആര് പറഞ്ഞു? മുഹമ്മദ് പറഞ്ഞു. സർക്കുലേറ്റിംഗ് ആർഗ്യുമെൻ്റ് അതിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയല്ലാതെ. ബൈബിൾ ഇങ്ങനെയാണോ? എക്സാമ്പിൾ സെയിൻറ്റ് പോളിൻ്റെ അപ്പോസ്തലഷിപ്പ് പീറ്റർ അറ്റസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നത്? നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് പ്രൈസ് ചെയ്ത പോലെയല്ല പറയുന്നത്, അത് സാധാരണക്കാർക്ക് ഗ്രഹിക്കാൻ വിഷമമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുക. അത് ദൈവജനമാണ്, അത് കൂട്ടിക്കളയുന്നു ആളുകൾ. അപ്പോൾ പോള് ദൈവത്താൽ വന്നവനാണ് എന്ന് തെളിവ് കിട്ടുന്നു. ഇതുപോലെ ഇദ്ദേഹം ഒഴികെ ആരും, അള്ളേ വേറെ ആരും കണ്ടിട്ടില്ല. ഈ ജിബ്രീലിനെ കണ്ടിട്ടില്ല. ഈ ബറക്കത്ത് ഇബ്നു നൗഫൽ പോലും ഇത് കണ്ടിട്ടില്ല. വന്നത് ജിബ്രീലാണോ ആരാണെന്ന് ഒരു പിടിയില്ല. അപ്പോൾ ഈ മനുഷ്യൻ പിന്നെ പല ഘട്ടമായിട്ട് പലയിടത്ത് വെച്ച് കിട്ടിയ ഒറക്കിൾസിൻ്റെ കളക്ഷനാണ് ഖുർആൻ. ഇത് എവിടുന്ന് കിട്ടി എന്നതിനെ ആസ്പദമാക്കി രണ്ടായി തിരിച്ചു 114 അധ്യായമുള്ള ഖുർആൻ. അതിൽ 90 രൂപപ്പെട്ടു വരുന്നത് മക്കയിൽ നിന്നും, ബാക്കി 24 രൂപപ്പെട്ടിരുന്നത് മദീനയിൽ നിന്നുമാണ്. അപ്പം മക്കയിൽ വെച്ച് കിട്ടിയ ആ വചനങ്ങളെ ഇവർ വാക്യം അല്ലെങ്കിൽ സെൻറ്റൻസ്, നമ്മുടെ വേഴ്സ് എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന പദമാണ് സൂറത്ത്. ചാപ്റ്ററിന് ഉപയോഗിക്കുന്ന പദമാണ് ആയത്ത്. അപ്പോൾ ഇവർ മക്കി സൂറത്ത് എന്ന് പറയും, സൂറത്ത് ഫ്രം മെക്ക. ആൻഡ് സൂറത്ത് ഫ്രം മദീനയ്ക്ക് പറയും മദനി സൂറത്ത്. അപ്പം മെക്കയിൽ നിന്ന് കിട്ടിയത്, മദീനയിൽ നിന്ന് കിട്ടിയത്, ഇത്രയും അർത്ഥമുള്ളൂ. ഇങ്ങനെ 110. അതിൻ്റെ വേറെ വ്യത്യാസം, മക്കയിൽ നിന്ന് കിട്ടിയതിൻ്റെ കുറേ ഭാഗം വേറെവിടെ ആയിരിക്കും, കുറേ ഭാഗം വേറെവിടെ ആയിരിക്കും. ഇതെല്ലാം കൂടെ നമ്മുടെ ഭാഷയിൽ ഒരു ഡിസോർഡറായ ഗ്രന്ഥമാണ്. അവർ പോലും വായിച്ചാൽ മനസ്സിലാവില്ല. ഇനി ഇതുകൂടാതെ അതും ഇത് ജനങ്ങളെയൊക്കെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചു. ജനങ്ങൾ അതിനെയൊക്കെ എതിർത്തു. വീട്ടിൽ പോലും ആരും അംഗീകരിക്കാതെ വന്നു. ആകെ അംഗീകരിച്ചത് ഖദീജയും ഈ സെയ്ദും, അതുപോലെ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഫാദറിലുമായി മാറിയ അബൂബക്കർ ആണ്. ഇവരാണ് ആദ്യകാല മുസ്ലിംസ്. ഈ പഠിപ്പിക്കലൊന്നും കൊണ്ട് മക്കയിൽ നിൽക്കാൻ പറ്റാതായി. മക്കക്കാർക്ക് ഇതൊരു ശല്യമായി. അപ്പം മക്ക വിടേണ്ട പരിസ്ഥിതി വന്നു. മക്ക വിടേണ്ട പരിസ്ഥിതി വന്നത് അദ്ദേഹം പ്രാപിച്ച ഈ ഒറക്കിൾസ് എല്ലാം കൂടി ജനങ്ങളോട് പറയാൻ ഒരു മൊട്ടക്കുന്ന് തിരഞ്ഞെടുത്തു. എന്നിട്ട് ഉച്ചത്തിൽ ആളുകളെ വിളിച്ചു കൂട്ടി. അപ്പോൾ അപകടമാണെന്നോർത്ത് ആളുകൾ വന്നപ്പോൾ പറഞ്ഞു, അള്ളാഹ് എന്നോട് സംസാരിച്ചു, കേട്ടോളാൻ പറഞ്ഞു.
അദ്ദേഹത്തിൻ്റെ കൊച്ചപ്പനടക്കം ഇറങ്ങി പറഞ്ഞു, നിന്നെ നീ വഴി കണ്ടേക്കല്ല്, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ കൊച്ചപ്പനെ ശകാരിച്ചെഴുതുന്ന ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. കൊച്ചപ്പനെയും കൊച്ചമ്മയും ശകാരിച്ച് കളഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിടെ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അദ്ദേഹം പോയി. അമ്മ വീടാണ് അവിടെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവിടെ ഉണ്ടായതിൽ നിന്ന് വിഭിന്നമായി അവിടുത്തെ ആളുകൾ സ്വീകരിച്ചു. ഇനി ഇതിനിടയ്ക്കൊരു സംഭവം ഉള്ളത്, ഖദീജ മരിച്ചു. ഖദീജ മരിക്കുമ്പോൾ ഈ ഫാത്തിമയൊക്കെ ചെറിയ കുട്ടികളാണ്. ഈ ഫാത്തിമയൊക്കെ നോക്കാൻ വേണ്ടി ഒരു സ്ത്രീ വന്നിരുന്നു. അപ്പോൾ അവർ വളരെ മുഹമ്മദിനേക്കാൾ വളരെ പ്രായം കൂടിയ ആളാണ്, ഒരമ്മ നമ്മുടെയൊക്കെ ഭാഷയിൽ. ഖദീജ തന്നെ പ്രായമുള്ള സ്ത്രീയാണ്. സൗദ എന്നാണ് പേര്, സൗദ. ഈ സൗദ കുഞ്ഞുങ്ങളൊക്കെ വളർത്തുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ആദ്യകാലം തന്നെ ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം സ്വീകരിച്ച് അബൂബക്കറുടെ ഭവനത്തിലേക്ക് മുഹമ്മദ് പോവാണ്. ആ പോകും വഴിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 5 വയസ്സും 10 മാസവും പ്രായമുള്ള ഒരു കുട്ടി ഊഞ്ഞാലാടുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് അന്ന് 53 വയസ്സ് പ്രായം, 53 ഇയേഴ്സ്. അപ്പോൾ അദ്ദേഹം ഈ കുട്ടിയെ കല്യാണം ആലോചിക്കുകയാണ്. 5 വയസ്സും 3 മാസവും. അപ്പോൾ അബൂബക്കർ പറയും, അയ്യോ അതെങ്ങനെ സാധിക്കും, ബിക്കോസ് യു ആർ മൈ ബ്രദർ. അബൂബക്കറിന് മുഹമ്മദിനേക്കാൾ പ്രായം കുറവാണ്, ഇത് തീരെ കൊച്ചുകുട്ടിയാണ്. അന്നേരം അദ്ദേഹം പറയാം, ആയിരിക്കാം, പക്ഷെ കഴിഞ്ഞ രാത്രി അല്ലാഹ് എനിക്കൊരു വിഷൻ തന്നു. ആ വിഷനിൽ ഒരു പട്ടു തുണിക്കുള്ളിൽ ഒരു വിശിഷ്ട വസ്തു പൊതിഞ്ഞ് അല്ലാഹ് എനിക്ക് തന്നു. ഇറ്റ് ഈസ് ഫോർ യു, നിനക്കുള്ളതാണിത്, ഇറ്റ്സ് എ പ്രസൻറ്റേഷൻ, ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഞാൻ തുറന്നു നോക്കുമ്പോൾ അത് ഈ പെൺകുട്ടിയായിരുന്നു. എന്തായാലും ഇങ്ങനെയുള്ള ദർശനമൊക്കെ കണ്ട് ഈ അബൂബക്കർ മോളെ വിവാഹം കഴിച്ചു കൊടുത്തു. ഇതാണ് മുസ്ലിംമാരൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. അവരുടെ ടോണ് വളരെ ആകർഷണീയമാണ്. അതിലൊരു ഉസ്താദ് പ്രസംഗിച്ചൊരു സംഭവമുണ്ട്. അതിൽ പറയുന്നത്, ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നില്ല, പക്വത വരാത്തതുകൊണ്ട് അവിടെ നിർത്തിയേക്കാണ്. എങ്കിലും ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും ഭാര്യയെ. അന്നേരം പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ, ഈ പുള്ളിക്കാരിയുടെ പേര് ആമിന എന്നായിരുന്നു. സോറി, ആമിനല്ല, ആദ്യം പറഞ്ഞ ഫാത്തിമയല്ലേ, ഇവിടെ പേര് അങ്ങ് വിട്ടുപോയി പറയാം. അപ്പോൾ ആയിഷ, സോറി, താങ്ക് യു, ആയിഷ. ഈ ആയിഷയെ കാണാൻ പോകുമ്പോഴൊക്കെ ഇദ്ദേഹം കളിക്കോപ്പുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന കാണാൻ, സാരിക്ക് പോരം. അന്നേരം ഉസ്താദുമാർ പ്രസംഗിക്കുന്നൊരു പ്രസംഗം കിടപ്പുണ്ട്, ഞങ്ങളതെടുത്ത് ഇട്ടിട്ടുണ്ട്. അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. മറുപടിയല്ല, അതൊന്ന് ട്രോൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് ആയിഷ ബീവിയെ കാണുവാൻ പോകുമ്പോൾ കാഞ്ചീപുരത്തിൻ്റെ പട്ടുസാരിയല്ല മക്കളെ കൊണ്ടുപോയത്, പാവക്കുട്ടിയാണ്, പാവക്കുട്ടിയാണ്, പാവക്കുട്ടിയാണ്. ഇതൊക്കെ കൊണ്ട് കൊടുത്തു. അവരായി അവരെ പാടായി. എനിക്ക് അവരെ ക്രിട്ടിസൈസ് ഞാൻ ആ സിറ്റീസ് പറയാം കേട്ടോ, മനസ്സിലാകാൻ വേണ്ടിയാണ്. എന്നോട് മക്കളും വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇത് മിണ്ടുകയാണ് ചെയ്യരുതെന്നാണ്. കാരണം ചിരിച്ചിരിച്ച് നിങ്ങൾ ഇടപാട് വരും. നിങ്ങൾ ചിരിച്ചെന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാൻ ഉത്തരവാദിയായിരിക്കുന്നതല്ല, പിന്നെ ഒരു ആത്മചൈതന്യം കിട്ടുന്ന കാര്യമല്ല. അപ്പോൾ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അധിക നാൾ കഴിയും മുമ്പ് ഈ സൗദയും കല്യാണം കഴിച്ചു. അങ്ങനെ ജീവകാലത്ത് ഏകദേശം 19 സ്ത്രീകളെയും 45 കോങ്കുബൈൻസിനെയും സ്വന്തമാക്കി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിനിടയിൽ ചിന്താർഹമായൊരു കാര്യമുണ്ട്. അത് ഈ സെയ്ദ് എന്ന് പറയുന്ന അഡോപ്റ്റഡ് വണ്ണില്ലേ, ഹസൻ, ഇവന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിക്കും. ആ പെൺകുട്ടി ഇദ്ദേഹത്തിൻ്റെ കസിനായിരുന്നു, അമ്മാച്ചൻ്റെ മകളായിരുന്നു. അപ്പോൾ
അവളെ വിവാഹം ആലോചിക്കുമ്പോൾ ഇദ്ദേഹം പറയും വേണ്ട, ആ പെൺകുട്ടിയും പറയും വേണ്ട. അപ്പോൾ ഇവരെ വിളിച്ചിട്ട് അള്ള ഒരു കാര്യം പറയും, ഒരു കല്യാണം കഴിച്ചേ പറ്റൂ. അങ്ങനെ സയ്യിദ് അവളെ വിവാഹം കഴിച്ചു. അതുതന്നെ പറയുന്ന അള്ള ആൻഡ് ഹിസ് റസൂൽ, റസൂൽ മീൻസ് അപ്പോസ്തൽ, ഈ പ്രോഫറ്റ്. അള്ളയും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ സത്യവിശ്വാസിയായ യാതൊരു പുരുഷനും ഒരു സ്ത്രീക്കും അതിൽ നിന്ന് മാറാൻ പറ്റില്ല. യു ഹാവ് ടു മാരി. അവർ വിവാഹം കഴിക്കുക. പെൺകുട്ടിയുടെ പേര് സൈനബ് എന്നായിരുന്നു. കാലമേറെ കഴിഞ്ഞ് ഈ ഫാദർ അല്ലെങ്കിൽ നമ്മുടെ മുഹമ്മദ് ഈ സൈനബിനെയും വളർത്തുമകനെയും ഭാര്യയും കാണാൻ വിശേഷ വസ്തുക്കളും ഒക്കെ ആയിട്ട് ചെന്നു. ചെല്ലുന്ന സമയത്ത് ഈ സൈനബിനെ നേക്കഡായൊരു സിറ്റുവേഷനിൽ കണ്ടെന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ആ കുട്ടിയോട് താല്പര്യം തോന്നി. ഇത് ചരിത്രമല്ല, പക്ക ഖുറാനിൽ പറയുന്ന ചാപ്റ്റർ 33, മറക്കല്ലേ, ചാപ്റ്റർ 33 എഴുതിയിരിക്കുന്ന കാര്യമാണ്. എന്നോട് ഇവിടെ ഒരു ബ്രദർ ആരോ പറഞ്ഞു, ഇവിടെയൊക്കെ ഖുറാൻ ഫ്രീ കിട്ടും, നമ്മുടെ ആൾക്കാർക്കെല്ലാം ഖുറാൻ കൊടുക്കുകയാണ്, നിങ്ങളെല്ലാം ഓരോ കോപ്പി വാങ്ങണം. ഇവർക്കും ഇവരെ കൊണ്ടും പറയണം, നിങ്ങൾ റീഡ് ചെയ്യുക. ഈ 33 മറക്കല്ലേ, 33 അധ്യായം 50 മുതലുള്ള വചനം, അതുകൂടെ പറഞ്ഞേക്കാം. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അടുത്തത്, ഇത് ഈ പുള്ളിയെ വിവാഹം കഴിക്കണമെന്നുണ്ട്, പക്ഷെങ്കിൽ ഇത് നാട്ടുകാരെന്ത് ചിന്തിക്കും? പ്രോപ്പർട്ടല്ലേ, ആകെ പ്രശ്നമായി കൊടുക്കും. പുള്ളി ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ആയത്ത്, ഈ ഒറക്കിൾസിന് അല്ലെങ്കിൽ അരുളപ്പാടിന് പറയുന്ന പേരാണ് ആയത്ത്. അള്ളാഹു അവതരിപ്പിച്ചു എന്നാണ്. പരമകാരുണ്യവാനായ അള്ളാഹ് ഒട്ടും വിട്ടില്ല, ഒരായത്തങ്ങ് അവതരിപ്പിച്ചു. അതെന്താണെന്ന് കേട്ടോ. അള്ളാഹു മറച്ചു വച്ചൊരു കാര്യം നീ മനുഷ്യരെ പേടിച്ച് വേണ്ടാന്ന് വെക്കരുത്. അടുത്ത വചനം കൃത്യം എഴുതിക്കുന്നത് ഇങ്ങനെയാണ്: സയ്യിദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞാൽ ഉടൻ നിനക്കവളെ വിവാഹം കഴിക്കാവുന്നതാണ്. ഒരു പരമകാരുണ്യവാൻ ചെയ്ത പണിയായി പറഞ്ഞു വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ഒരാളോട് ചോദിച്ചോട്ടെ, ഈ അള്ളാഹു മറച്ചു വെച്ച കാര്യം മുഹമ്മദ് എങ്ങനെ കണ്ടുപിടിച്ചതെന്ന്. നമ്മുടെ കൂടെ ഒരു ചങ്ങാതി പ്രസംഗിച്ചല്ലേ, ഈ യെരുശലേമിലെ യേശുവിൻ്റെ കല്ലറയ്ക്ക് അടിയിൽ നിന്ന് പെട്ടകം കിട്ടി, അതിൽ ബ്ലഡ് ഇരുന്നു. ആ ബ്ലഡ് പരിശോധിച്ചപ്പോൾ എക്സും വൈയും ക്രോമസോമും ഒന്നുമില്ല. ഞാനിതെല്ലാം കഴിഞ്ഞ് ചോദിച്ചു, സാറേ ഇതിൻ്റെ ഇത് എവിടുന്ന, ആരാ ഇത് പറഞ്ഞേ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം സത്യമാണ്, പക്ഷേ ഇസ്രായേൽ ഗവൺമെൻറ് അതെല്ലാം മറച്ചു വച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇസ്രായേൽ ഗവൺമെൻറ് മറച്ചു വെച്ച അച്ഛൻ എങ്ങനെ അറിഞ്ഞേ? അത്ര ദുർബലരാണോ ഇസ്രായേൽ ഗവൺമെൻറ് അല്ലേ? ക്ഷമിക്കണം ഈ പറയുന്നില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് അള്ളാഹ് മറച്ചു വെച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആരാ? മുഹമ്മദ് തന്നെ അള്ളാഹ് തന്നെ മുഹമ്മദ്. ഇതൊരു സൂപ്പർ നാച്ചുറൽ പവറല്ല. അദ്ദേഹത്തിന് തോന്നിയ തോന്നലുകളെ, അത് നമ്മളെ ജബ്ബാർ മാഷ് പറയുന്നുണ്ട്, അവരുടെ തന്നെ കൂടെ നിന്ന് മാറി. അതേ പറയുന്നത് അള്ളാഹ് എന്ന ഫേക്ക് ഐ ഡിയിലൂടെ സംസാരിച്ചതെല്ലാം മുഹമ്മദ് ആയിരുന്നു. അള്ളാഹിൻ്റെ ഫേക്ക് ഐ ഡി വന്നിട്ട് മുഹമ്മദ് തന്നെ തൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിൽ 90% അദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളാണ്. ഞാനത് ഒത്തിരി നീട്ടണില്ല. ഇനി അത് ഒത്തിരി പറയാനുണ്ട്, ഒക്കെ പോട്ടെ. അവർ കല്യാണം കഴിച്ചു, നാട്ടുകാരൊക്കെ പിന്നെ ഇതിൻ്റെ പേരിൽ ഒത്തിരി വിമർശനം കേട്ടു. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ള ജൂതഗോത്രങ്ങളെ മുഴുവൻ വകവരുത്തി സ്വന്തമാക്കി ആൾക്കാരെ. ക്രൂരമായ കൊല, സമാനതകളില്ലാത്ത കൊലയാണ്. അവിടെ ഉണ്ടായിരുന്ന സഫിയ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സഫിയയുടെ ഹസ്ബൻഡ് ആ നാട്ടിലെ മിനിസ്റ്ററായിരുന്നു, ഫിനാൻസിൻ്റെ. അപ്പോൾ അവിടെ ചെന്ന് യുദ്ധം ചെയ്തപ്പോൾ ഇവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ടേക്ക് ഇസ്ലാം ഓർ ടേക്ക് സോഡ്. ഒന്നിൽ യുദ്ധം അല്ലെങ്കിൽ ഇസ്ലാം. അതായത് ഒന്നും നിങ്ങൾ ഇസ്ലാം ആയിക്കോണം, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലും. അപ്പോൾ ഈ രാജാവ് പറയും, ഞങ്ങൾ ഒരു ദിവസത്തെ വഴിച്ചിലവിനുള്ള ആഹാരവും, അത് കൃത്യം പറയുന്നുണ്ട്, കാരക്കപ്പഴവും അല്പം തേനും കുടിക്കാൻ അല്പം വെള്ളവും കൊണ്ട് ഇവിടുന്ന് പൊക്കോളാം, ധരിച്ച വസ്ത്രവും മതി, ഉപദ്രവിക്കരുത്. ഇതൊക്കെ കേട്ടിട്ടും സമ്മതിക്കാതെ ഇവരെയൊക്കെ വകവരുത്തി യുദ്ധം കഴിഞ്ഞപ്പോൾ കിനാനെ എന്നു പേരുള്ള ഒരു പുരുഷൻ,
ആ കിനാനെ പിടിച്ചുകൊണ്ട് വന്നു. കാരണം അവരുടെ മന്ത്രിയാണ്, അല്ലെങ്കിൽ ട്രഷറാണ്, ഫിനാൻസിൻ്റെ ആളാണ്. ക്യാഷ് എവിടെ വെച്ച് പുള്ളി പറഞ്ഞു, ഇല്ല, ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ. ആരോ പറഞ്ഞു ഇയാൾ എവിടെയോ ഈന്തപ്പനയുടെ ചുവട്ടിൽ ഈ ക്യാഷ് കുഴിച്ചിട്ടിരിക്കുകയാണ്, സ്വർണ്ണമൊക്കെ. ഒടുക്കം പിടിച്ചു, അവിടെ മുഴുവൻ ഉഴുതുമറിച്ചു, കിട്ടിയില്ല. എവിടാന്ന് ഇയാൾ പറയുന്നുമില്ല. ഒടുക്കം വെട്ടിക്കൊന്നു. ഈ വെട്ടിക്കൊന്നാൽ അദ്ദേഹത്തിൻ്റെ രീതി വിപരീത ദിശകളിൽ നിന്ന് വെട്ടണമെന്നാണ്. അതായത് വലത് കൈ വെട്ടണം, ഇടത് കാലും വെട്ടണം. കാരണം നടക്കാൻ എവിടെയും ഒന്നും പാടില്ല. എന്നിട്ട് ചുട്ടുപഴുത്ത മരുഭൂമിയിൽ കിടത്തണം. നമുക്കറിയാം, അപ്പം ബ്ലഡ് കംപ്ലീറ്റ് പോവും. വെള്ളം കൊടുക്കാനും പാടില്ല. അങ്ങനെ കിടന്ന് മരിക്കണം. ഇതായിരുന്നു രീതി. അങ്ങനെ ഇവരെയൊക്കെ കൊന്നു. ആ മേഖല മുഴുവൻ കൊന്നിട്ട് യുദ്ധത്തിൽ കിട്ടുന്ന സ്ത്രീകളെ യുദ്ധം മുതലായിട്ടാണ് കാണുന്നത്. ഇവരെ പരസ്യമായിട്ട് കൊണ്ട് നിർത്തും. എന്നിട്ട് ഇവരോട് പറയും, മോചനദ്രവ്യം തന്നാൽ, നിശ്ചിതമായൊരു ടാക്സ് പേ ചെയ്താൽ, പണം തന്നാൽ ഫ്രീ വിട്ടേക്കാം. ഭർത്താവിനെ കൊന്നു വേണ്ടതെല്ലാം പിടിച്ചെടുത്ത് കഴിഞ്ഞ് ഇവരെവിടുന്ന് കൊടുക്കുന്നത് മോചനദ്രവ്യം. അപ്പം അങ്ങനെ കൊടുക്കാനില്ലാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ സ്ലേവ്സ് ആകും. അപ്പം ഈ സ്ലേവ്സിനെ വിൽക്കുകയോ ഒക്കെ ചെയ്യും. ഈ മുതലെല്ലാം മുഹമ്മദിനാണ്. അപ്പോൾ ഈ സോഫിയയെ കുറിച്ച് കേട്ടിട്ട് പറഞ്ഞു, അത് കിനാനി എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ ഭാര്യയാണല്ലോ, അവർ പ്രഭു കുടുംബത്തിൽപ്പെട്ടാണല്ലോ, അവർക്ക് ഒരു മാപ്പ് കൊടുക്കണം. പൈസ ഇല്ല, മാപ്പ് കൊടുത്തു, പൈസ അടയ്ക്കണ്ട. ഇത് ഉസ്താദുമാർ വളരെ ആവേശത്തോടെ പറയാറുണ്ട്, സഫിയയ്ക്ക് മോചനദ്രവ്യം വാങ്ങാതെ കാരുണ്യം കൊണ്ട് അള്ളാൻ്റെ റസൂല് വിട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച്, എൻ്റെ വീട്ടിൽ വന്ന് എന്നെയും കൊന്ന്, എൻ്റെ മകനെയും കൊന്ന്, അപ്പനെയും കൊന്ന് വെച്ച് എൻ്റെ വീട്ടിലെ പിള്ളേരോട് പറയാം ക്യാഷൊന്നും തരണ്ടെന്ന്. നമ്മുടെ വീട്ടിൽ കയറിയിട്ടേ നിങ്ങളെ സ്വതന്ത്രമാക്കി വിട്ടെന്ന്. ഒടുക്കം ഇതറിഞ്ഞിട്ട് ദിഹ്യത്തെന്ന് പേരുള്ള, ഞാൻ പേരൊക്കെ പറയുന്നത് കറക്റ്റാണ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടിയാണ്. ദിഹ്യത്തെന്ന് പേരുള്ള ഒരു പടയാളി വന്നിട്ട് ഇദ്ദേഹത്തോട് പറയും, അള്ളാൻ്റെ റസൂലേ, ഞാൻ ആ സൊഫിയെ വിവാഹം ചെയ്തോട്ടെ. ആയിക്കോട്ടെ. അങ്ങനെ അവർ കല്യാണമൊക്കെ കഴിച്ചു. വിവാഹിതരായിട്ട് എന്നാന്ന് ഓർക്കണം, യുദ്ധം കഴിഞ്ഞിട്ടെന്നാ വിവാഹം കഴിപ്പിച്ചവരങ്ങോട്ട് പോകും വഴിക്ക് മറ്റൊരു സൈനികൻ കണ്ടിട്ട് ഓടി വന്ന് പറയും, അള്ളാൻ്റെ റസൂലേ, ഈ സോഫിയ വളരെ സുന്ദരിയായ സ്ത്രീയാണ്, അവർ നിനക്കാണ് ചേരുന്നത് അവനേക്കാൾ. ഉടനെ ഇവരെ തിരിച്ചു വിളിച്ച് മൊഴി ചൊല്ലിച്ച് മുഹമ്മദ് വിവാഹം കഴിച്ചു. മനസ്സിലായോ? നമ്മുടെയൊക്കെ നാട്ടിലെ സ്കൂളിൽ പിയൂണുമാരിങ്ങനെ ഉറങ്ങിയിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ബെല്ലടിക്കേണ്ടി വരുന്നത്. അതിൽ നിന്ന് ഉറക്കമായിരിക്കും. അങ്ങനെ അറിയാതെ സെക്കൻഡ് ബെല്ലടിക്കേണ്ട അടുത്ത് കൂട്ടവല്ലടിച്ച് കളഞ്ഞു. ഇപ്പോൾ ഹെഡ് മാസ്റ്റർ വഴക്ക് പറഞ്ഞത് എന്തോ ബെല്ലടിയാന്ന് ചോദിച്ചപ്പോൾ പുള്ളി പെട്ടെന്ന് ബോധം വന്നിട്ട് ഈ സ്ലേറ്റ് മായ്ക്കുന്നല്ലോ ഈ ബെല്ലൊന്ന് മായ്ച്ചേച്ച് 2 അടി അടിച്ചു. എന്ന് പറഞ്ഞ പോലെ കല്യാണം അങ്ങോട്ട് നടത്തിയത് റദ്ദ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇദ്ദേഹം അങ്ങ് കല്യാണം കഴിച്ചു. അതല്ല ഭീകരത. ഈ ഭർത്താവിനെക്കെന്ന നാടിനെ മുഴുവൻ നശിപ്പിച്ച അന്നേ രാത്രി തന്നെ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. ഇദ്ദ ആചരിക്കാന്നൊരു ചടങ്ങുണ്ട് ഏതൊരു മുസ്ലിമിനും. എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ വിവാഹം കഴിച്ചാൽ, മറ്റൊരാളുടെ ഭാര്യ ആയിരുന്നെങ്കിൽ വിധവയായി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വിവാഹം കഴിക്കാം. പക്ഷേ അടുത്ത 4 മാസം അവളോട് ദാമ്പത്യ ജീവിതം അരുത്, ഫിസിക്കൽ കോണ്ടാക്റ്റ് പാടില്ല. കാരണം മറ്റേ ആളിൻ്റെ കുട്ടി ഒരു ഭ്രൂണം ഇയാളുടെ ഉദരത്തിലുണ്ടോയെന്ന് അറിയണം, അറസ്റ്റ് കൊടുക്കണം. ഇതാണ് യുദ്ധ ആചരിക്കുക എന്ന് പറയുക. പക്ഷേ മുഹമ്മദിൻ്റെ കാര്യം വന്നപ്പോൾ ഒരു യുദ്ധമില്ല, അതൊക്കെ അന്ന് തന്നെ. അപ്പോൾ ഈ സ്ത്രീക്ക് വലിയ വിരോധം തോന്നി. അവരുടെ ഒരു കസിനും കൊണ്ടൊരു പെണ്ണ. കാലമേറെ കഴിഞ്ഞ് ഇവർ മുഹമ്മദിനെ സൽക്കരിക്കാൻ വീട്ടിൽ വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ഈ ആടുകളുടെ മുൻകാലുകൾ വലിയ ഇഷ്ടമായിരുന്നു. ഈ കാല് പാകപ്പെടുത്തിയിട്ട് ഇതിനുള്ളിലേക്ക് വിഷക്കിഴങ്ങുകളിട്ട് വേരുകളിട്ട് വേവിച്ചു കൊടുത്തു. കൂടെ ഇരുന്ന ആളുകൾ അങ്ങോട്ട് കടിച്ച് മാംസം കഴിച്ചു തീരുകയും താഴെ വീണ് മരിച്ചു. മുഹമ്മദിനാകട്ടെ ഇതങ്ങോട്ട് കടിച്ച ചാറ് വിഴുങ്ങിയതേ ഉള്ളൂ, കിളിയിൽക്കാൻ തുടങ്ങി. പെട്ടെന്ന് പുള്ളി തുപ്പിക്കളഞ്ഞു. എന്നുവെച്ചാൽ നീ എന്തിനാണ് ഇത് ചെയ്തേ? പറയാണ്, അങ്ങ് പ്രോവറ്റാണ്, അതുകൊണ്ട് പ്രോവറ്റ്സിന് ഇത് ബാധിക്കില്ല എന്ന് അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് പരീക്ഷിച്ചാണ്. ജൂതനോടാ കളി,
ചുരുക്കി പറഞ്ഞാൽ അന്ന് രോഗിയായി, ക്ഷീണിതനായി. അപ്പം അദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വേറൊരു സെയ്ത് ഉണ്ട്, അയാളിങ്ങനെ എഴുതിയെടുക്കും. അതിങ്ങനെ കാവ്യരൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്ന എഴുതിയതിൻ്റെ കളക്ഷൻ്റെ പേരാണ് ഖുർആൻ. ഈന്തപ്പനയുടെ മടലിൽ, ഒട്ടകത്തിൻ്റെ തുടയിലിൽ, കല്ലുകളിലൊക്കെയാണ് ഖുർആൻ എഴുതിയത്. ഖുർആൻ എഴുതിയ ശേഷം അത് പലയിടത്ത് കിടന്നു. പക്ഷേ ആളുകൾ ഇത് പഠിച്ചിരുന്നു. പഠിക്കുക എന്ന് പറയുന്നത് കവിത പോലെയാണ്. അവർ കവിതയെന്ന് സമ്മതിക്കില്ല, പക്ഷേ ഹിംസാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു സിയോൻ ഗീതാവലി ഇല്ല. ആ സിയോൻ ഗീതാവലി എന്നൊരു 100 പാട്ട് പാടാൻ പറഞ്ഞാൽ നമുക്കറിയാം എന്ന് പറഞ്ഞാലേ ഉള്ളൂ. ഈ ഖുർആനിലെ 114 കീർത്തനങ്ങൾ, അത് ചിലതൊക്കെ ചെറിയ വാക്യങ്ങളൊക്കെ ഉള്ളൂ, 1-2 ഒക്കെ ഉള്ളൂ, ചിലത് ലോങ്ങാണ്. അപ്പോൾ മനപ്പാഠം പഠിച്ച ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഹാഫീസുകളെന്ന് പറയും, ഖുർആൻ മനപ്പാഠം പഠിച്ചവരെ. ഇവരിതിങ്ങനെ ചൊല്ലും. ഏതായാലും കുറേ കഴിഞ്ഞപ്പോൾ, മുഹമ്മദ് മരിച്ചു കഴിഞ്ഞപ്പോൾ അബൂബക്കറായി ഭരണാധികാരി. മക്കയുടെയും മദീനയിലെ ഇവരുടെ കയ്യിലായി. ഭരണാധികാരി ആയപ്പോൾ 2 വർഷം അദ്ദേഹം ഭരിച്ചുള്ളൂ, മരിച്ചുപോയി. അപ്പോൾ മുഹമ്മദിൻ്റെ മകൾ ആമിനെ വിവാഹം കഴിച്ചിട്ടുള്ള, ഫാത്തിമയെ വിവാഹം കഴിച്ചിട്ടുള്ള നമ്മുടെ അത് മറ്റേ സൈനമല്ല, മുഹമ്മദിൻ്റെ മകളുണ്ടല്ലോ ഫാത്തിമ. രസം എന്ന് വെച്ചാൽ ഫാത്തിമയേക്കാൾ 4 വയസ്സ് കുറവാണ് ആയിഷയ്ക്ക്. അമ്മ സ്ഥാനത്തിരുന്ന ആളുടെ മകളേക്കാൾ 4 വയസ്സ് കുറവാണ്. അപ്പോൾ ഈ ഇസ്ലാമിക ഭരണാധികാരിയെ വിളിക്കുന്ന പേര് ഖലീഫ. ഖിലാഫത്ത് എന്ന് വെച്ചാൽ ഭരണം, അഡ്മിനിസ്ട്രേഷൻ. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, ഈ ഒരു പരമ്പര ഇങ്ങോട്ട് വരുമ്പോൾ അലി എന്നൊരാളുണ്ട്. 4ാമത്തെ ഖലീഫയാണ് അലി, ഖലീഫ അലി. ഈ അലി വിവാഹം കഴിച്ചാണ് നമ്മുടെ ഫാത്തിമയെ, എന്നുവെച്ചാൽ മരുമകൻ. ഡയറക്റ്റ് ഒരു മരുമകനെ അദ്ദേഹത്തിനുള്ളൂ, ബാക്കി തലമുറയൊക്കെ അന്യം നിന്ന് പോയി. അലിക്ക് കൊടുക്കണോ അബൂബക്കർ കൊടുക്കണോ? പരമ്പരാഗത രീതി അനുസരിച്ച് അലിക്ക് കൊടുക്കണം, കാരണം മകളെ കെട്ടിയ ആളാണ്, വേറെ ആരുമില്ല. പക്ഷേ അവർ പറഞ്ഞു ഇതാണ് ഒന്നാമത്തേത്, ഭാര്യയുടെ അപ്പനാണ്. ഭാര്യയുടെ വീട്ടുകാരും മകളുടെ വീട്ടുകാരുടെ പ്രശ്നമായിട്ട് തർക്കം മൂത്ത് അബൂബക്കറിന് കൊടുത്തു. അബൂബക്കർ 2 കൊല്ലം കഴിഞ്ഞു. പകരം വന്ന ആളാണ് ഉമർ ഖത്താബ്. ഭയങ്കര കുറേ നല്ല കാര്യങ്ങളുണ്ട്, അപ്പോൾ തന്നെ ക്രൂരനായിരുന്നുള്ളത്. ഉമറിൻ്റെ ഒരു ക്രൂരത ഞാൻ ബോധ്യപ്പെടുത്തി തരാം. നടന്നിങ്ങനെ പോകുന്ന വഴിക്ക് 2 ആളുകൾ തമ്മിൽ ഒരു അടിമ സ്ത്രീയെക്കുറിച്ച് ചർച്ച വന്നു. അപ്പോൾ അവർ പ്രഗ്നൻ്റായ ഒരു യുവതി, ഒരു സ്ത്രീ പോവാണ്. പോകുമ്പോൾ ആ സ്ത്രീയുടെ ഉദരത്തിൻ്റെ വലിപ്പം നിമിത്തം ഒരാൾ പറഞ്ഞു അതിൽ 3-4 കുട്ടികൾ കാണും. ഒരാൾ പറഞ്ഞു അതിൽ 1 കുട്ടിയുള്ളൂ, പക്ഷേ നല്ല ശക്തനായ ഒരു ആൺകുട്ടിയായിരിക്കും. ഇത് കേട്ട ഉമർ തർക്കത്തിൽ ഇടപെട്ടിട്ട് പന്തയം വെച്ചു. പറഞ്ഞു ഞാനിപ്പോൾ അത് ബോധ്യപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് ഈ സ്ത്രീയുടെ ഉദരം പിളർന്ന് കൂട്ടിയെ പുറത്തെടുത്തു. ആലോചിച്ച് നോക്കിയേ, അത്തരം മനുഷ്യനായിരുന്നു ഉമർ. ചില നല്ല വശങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ ഉമറിൻ്റെ കാലമായപ്പോൾ നമുക്ക് പറ്റിയൊരു പരാജയം കൂടി പറയാം. ഇസ്ലാം അങ്ങ് വളർന്നു, യുദ്ധം ചെയ്ത് പിടിക്കുകയാണ്. അന്ന് 5 സെൻറ്ററുകളുണ്ട് ക്രിസ്ത്യാനിറ്റിക്ക്, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ക്രിസ്ത്യാനിറ്റി ഏറ്റവും ശക്തമായൊരു സ്ഥലങ്ങൾ അന്ന് നമ്മുടെ റോമും ഇറ്റലിയും, അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളും ഇറ്റലിയും. അപ്പോൾ 2 എണ്ണമായി. പ്രധാനപ്പെട്ട വേറെണ്ണമാണ് നമ്മളറിയുന്ന സിറിയയിലെ ആൻറ്റിയോക്ക്. സിറിയ കൂട്ടിയാൽ മതി. 3 എണ്ണം കഴിഞ്ഞല്ലോ. ഇനി ഒന്ന് യെറുസലേം, ഇനി ഒന്ന് നമ്മുടെ അലക്സാണ്ട്രിയ, ഈജിപ്റ്റിലെ. ഈ 5 സ്ഥലങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം, ആവശ്യമുണ്ട്, കുറിപ്പ് എഴുന്നൂർക്ക് ഇത് ആവശ്യമുണ്ട്. ഈ 5 സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് പറഞ്ഞു വന്നു പെൻഡാർക്കി. ഏൻഷ്യൻ്റ് ക്രിസ്ത്യാനിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് 5 അപ്പോൾ ഇവിടെ ഇരിക്കുന്ന, വിഷയം വിട്ടുപോകല്ല, ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഒരു നഗരത്തിലെ ശുശ്രൂഷകനാണ്. നമ്മൾ ടൗൺ ചർച്ചിലെ പാസ്റ്റർ എന്ന് പറയുന്ന പോലെയാണ്. ഇതിൻ്റെ കീഴിൽ ഒത്തിരി ചർച്ചകളുണ്ട്. അപ്പോൾ നമ്മൾ മാസയോഗം പോലൊക്കെ പൊതുയോഗം അന്നുമുണ്ട്. അത് കൂടി വരുന്നത് ഈ ടൗണിലാണ്. ടൗണുകളെല്ലാം തന്നെ നദീതീരത്താണ് അന്ന്, നമുക്കറിയാമല്ലോ, പഴയ നഗരങ്ങളെല്ലാം. അപ്പോൾ വള്ളത്തിലൂടെയൊക്കെ വരാൻ സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ മെട്രോപ്പൊലീസിലെ പാസ്റ്റർ, അല്ലെങ്കിൽ മെട്രോപ്പൊലീസ് എന്ന് പറഞ്ഞാൽ ടൗൺ, അദ്ദേഹം പറയാൻ തുടങ്ങി, നിങ്ങളെല്ലാ തവണ ഇവിടെ വരുന്നത് കൊണ്ട് ഈ ചർച്ചിനൊരല്പം പ്രാധാന്യം കൂടുതലാണ്. ഈ ചർച്ചാണ് നിങ്ങളെ കാര്യങ്ങളെല്ലാം ഫുഡ് തരുന്നത്, ഫീഡ് ചെയ്യുന്നത്, ബാക്കിയൊക്കെ എൻ്റെ കീഴിലാണ്. ഞാൻ മെട്രോപ്പൊലീത്തയാണ്. മനസ്സിലായല്ലോ?
മെത്രാപ്പോലീത്ത ഉള്ള ആ ചർച്ചിൽ അദ്ദേഹം ഇരിക്കുന്ന സിംഹാസനത്തിനെ വിളിച്ചു വന്നു കത്തീഡ്രൽ. കത്തീഡ്രൽ എന്ന വാക്കിന് കസേരയെന്നേ അർത്ഥമുള്ളൂ. ഇന്ന് തന്നെ വീട്ടിൽ ചെന്നിട്ട് ആ കത്തീഡ്രൽ ഇങ്ങനെ എടുത്തിടാനൊന്നും പറയില്ല. മനസ്സിലായി? അപ്പോൾ കത്തീഡ്രൽ സിംഹാസനം. ഇതിൻ്റെ 5 എണ്ണം ഉണ്ട്. ഇവർ തമ്മിൽ നല്ല അടിയാണ്. നമ്മൾ ഈ അടിയുടെ വാർത്തയൊക്കെ വരുമ്പോൾ അതിനൊന്നും ഒരു പുതുമയില്ല. അപ്പോൾ പണ്ട് മുതലേ നമ്മളിങ്ങനെ തുടങ്ങി. ഇവർ തമ്മിലടിച്ചിട്ട് വേറൊരു കാര്യം, ഇവരഞ്ചും കൂടെ കൂടും. അതിന് പറ്റിയ സ്ഥലം ഇവരെ ഫീഡ് ചെയ്യണ്ടേ. ഇവരൊറ്റക്കല്ല വരുന്നേ. ഒരു മെത്രാപ്പോലിത്ത ആകുമ്പോൾ കൂടെ ആൾ വേണ്ടേ. ഇവരെല്ലായിടെ സ്വീകരിക്കാൻ പിന്നെ പറ്റുന്നത് ടൈബർ നദിയുടെ തീരത്ത് റോമിലാണ്, വത്തിക്കാൻ. അപ്പോൾ വത്തിക്കാനിരുന്ന ആൾ പറഞ്ഞു, ഞാൻ നിങ്ങളെല്ലാം മെത്രാപ്പോലിത്തയായിട്ട് അംഗീകരിക്കുന്നു, പക്ഷെ ഞാൻ നിങ്ങളുടെ മുകളിലാണ്. കാരണം നിങ്ങൾ ഇവിടെ വരുന്നത് അല്ലേ, പിന്നെ അടുത്ത മാസം ഇങ്ങോട്ട് വരണ്ട എന്നെ അംഗീകരിക്കാത്തവൻ. അങ്ങനെ ഞാനാണ് പാപ്പ. ഒക്കെ വന്ന വഴിയായി പറഞ്ഞേ. 5 മെത്രാപ്പോലിത്തമാരും ഇതേ ഒരേ സമയം അവിടുത്തെ മെത്രാപ്പോലിത്തയാണ്, ഒപ്പം പോപ്പുമാണ്, റോമിലെ പുള്ളി. ഇനി മറ്റൊന്നുകൂടി ഉണ്ട്. ഇവരെ വിളിച്ച് ഇവരെ ഈ സമൂഹത്തിൻ്റെ മുഴുവൻ പിതാവെന്നുള്ള അർത്ഥത്തിൽ വിളിച്ച പേരാണ് പാത്രിയാർക്കീസ്. അങ്ങനെ 5 പാത്രിയാർക്കീസ്, റോമിലെ ആൾ മാത്രം ഒരേ സമയം റോമൻ പാത്രിയാർക്കീസും ഒപ്പം പാപ്പയുമാണ്. പക്ഷേ ഇവർ പരസ്പരം അംഗീകരിക്കില്ല. അംഗീകരിക്കാത്തതിന് കാരണമുണ്ട്. നമ്മളുടെ സിറിയൻ ബിഷപ്പ് പറയാൻ തുടങ്ങി, സിറിയയിലെ മെത്രാപ്പോലിത്ത പറയാൻ തുടങ്ങി, ഇവിടുന്ന് ക്രിസ്ത്യാനിറ്റി ഉണ്ടായേ. ആ പേര് കിട്ടിയത് ഇവിടുന്ന് മിഷൻ ആരംഭിച്ചേ. ജെറുസലേമിലെ കക്ഷി പറയാൻ തുടങ്ങി, ഇവിടുന്നാണ് ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചേ. പേരുണ്ടായത് അവിടുന്നാണ്. ഇവിടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടെ, ഇതാ പ്രധാനപ്പെട്ട സ്ഥലം. അപ്പോൾ അലക്സാണ്ട്രിയയിലെ കക്ഷി പറഞ്ഞു, ഈ തിരുവെഴുത്തിൻ്റെ പഴയ നിയമം ഉൾപ്പെടെ എഴുതി അത് ക്രോഡീകരിച്ച് സംസ്കരിച്ചൊക്കെ വെച്ച പണി അലക്സാണ്ട്രിയയിൽ തുടങ്ങിയാണ്. ലൈബ്രറി അന്നും ഇന്നും പ്രസിദ്ധമാണ് അവിടുത്തെ. ഇവിടുന്ന് ആ പഠനങ്ങളെല്ലാം ഉണ്ടായത്, ഇതാ പ്രധാനപ്പെട്ടത്. അപ്പോൾ റോമിലെ പുള്ളി വിട്ടില്ല. അങ്ങേര് പറഞ്ഞു, ഇവിടെയാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം. ഇത് ലീഗലൈസ് ചെയ്തത്, സിസ്റ്റമാറ്റിക് ആക്കിയ സ്ഥലം ഇതാ. ഇവർ തമ്മിലടിച്ചപ്പോൾ ധാരാളം തീർത്ഥാടകർ ഉമറിൻ്റെ കാലത്ത് യെരുശലേമിലേക്ക് ചെന്നു. അപ്പോൾ ഇതിൻ്റെ ഒരളവ് കൊണ്ട് റോമിൽ കൊടുക്കണം. ഇത് ബുദ്ധിമുട്ട് വന്നപ്പോഴേക്ക് ഉമറിനൊരു കത്തെഴുതി ജെറുസലേമിലെ പാത്രിയാർക്കീസ്, അങ്ങ് ഇവിടെ വരെ ഒന്ന് വരണം. 2ാം ഖലീഫയെ വിളിച്ചു. ഖലീഫ വാഞ്ഞ് അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു തമ്മിൽ സംസാരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അത്തരമൊരു കൺട്രോളിനേക്കാൾ ഇഷ്ടം നിങ്ങൾ ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, നിങ്ങൾ കൺട്രോൾ ചെയ്തോണം, നമുക്കൊരു ടൈപ്പിൽ പോകാം. ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ ആ തീർത്ഥാടന കേന്ദ്രം ഉണ്ടല്ലോ, യേശുവിൻ്റെ കല്ലറ, യേശു ജനിച്ച സ്ഥലം, ഇതൊക്കെ ഞങ്ങളുടെ കസ്റ്റഡിയിൽ കിടക്കണം, അവിടെ വീഴുന്ന കാണിക്ക ഞങ്ങൾക്കാകണം, ഇത് ഞങ്ങളുടെയാണ്, ബാക്കിയൊക്കെ നിങ്ങളെടുത്തു. ഓ, സമ്മതിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, ഈ സുലൈമാൻ്റെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നല്ലോ, അതെവിടാ പൊളിഞ്ഞു പോയത്? വാ കാണിച്ചു തരാം. ചെന്നപ്പോൾ അവിടെ വേസ്റ്റ് തട്ടുന്ന സ്ഥലമാണ് ഇവരുടെ. ജൂതനോടുള്ള വെറുപ്പ് നിമിത്തം ഇവിടെ കൊണ്ട് വേസ്റ്റ് തട്ടുക. ഖലീഫയും കൂട്ടരും അവിടെ ഈ വേസ്റ്റ് കൈക്ക് വാരി വൃത്തിയാക്കി ആ സ്ഥലത്ത് പരവതാനി വിരിപ്പിട്ട് അവിടെ ഇരുന്ന് നിസ്കരിച്ച് അവിടെ ഇഞ്ഞ് പിടിച്ചു. അതിൻ്റെ തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. മനസ്സിലായോ? പിന്നെയും കഥകളുണ്ട്. ഇവിടുന്നാണ് മുഹമ്മദ് സ്വർഗത്തിൽ പോയെന്നാണ് അവരുടെ വാദം. മക്കയും മദീനയും കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രധാനപ്പെട്ട സ്ഥലമാണ് യെരുശലേം. അവിടെ 2 പള്ളിയാണ്. ഒന്ന് ഓമർ പണി കഴിപ്പിച്ച ഈ പള്ളി, അതാണ് ഡോം ഓഫ് ദ റോക്ക്, പാറപ്പുറത്തെ താഴികക്കൂടം. നമ്മളാ കാണുമല്ലോ അതുപോലെ വേറെണ്ണം കാണും, അൽ അക്സ മോസ്ക് ഉണ്ട് അടുത്തടുത്ത. അവിടെ നിന്നാണ് മുഹമ്മദ്. അത് രസകരമാണ്. ഒരു ദിവസം അദ്ദേഹം ഒരു ഭാര്യയുടെ വീട്ടിൽ ഉറങ്ങുമ്പോൾ രാത്രി കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വിശദീകരണം ചോദിച്ചപ്പോൾ പറയാണ്, ഞാൻ രാത്രിയിൽ വിശേഷവിധിയായൊരു കുതിരപ്പുറത്ത്, അതായത് സ്ത്രീയുടെ മുഖം, കുതിരയുടെ ശരീരം, പക്ഷിയുടെ ചിറകുമൊക്കെ ഉള്ള ഒരു കുതിര, ബുറാക്ക് എന്നാണ് എൻ്റെ പേര്, ഇതിൽ കയറി ഒരു പോക്ക് പോയി. യെരുശലേമിൽ ചെന്നു. എവിടെ? മക്കയെന്നാണ്. യെരുശലേമിൽ ചെന്നു. അവിടുന്ന് സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ചെന്നപ്പോൾ അള്ള പറഞ്ഞു,
50 നേരം പ്രാർത്ഥിക്കണം. ഒരു ദിവസം എത്ര രൂപ? 50. ഓ ശരി. അപ്പോൾ തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് വഴിയിലൊരാൾ നിൽക്കുന്നു, പരിചയപ്പെട്ട മനസ്സിലായി ഈസാ നബിയാണ്. അപ്പോൾ ഈസാ നബി ചോദിച്ചു, എവിടെ പോയി? സ്വർഗത്തിൽ പോയി. ആ, എന്തോ കിട്ടിയേ? അന്ന് പറഞ്ഞാൽ 50 നേരം പ്രാർത്ഥിക്കണം. അത് പറ്റുമോ നിന്നെക്കൊണ്ട് ഒരു ദിവസം 50 നേരം? അയ്യോ പറ്റിയല്ല, എന്നാൽ ഒന്നുകൂടെ പോകാൻ പറഞ്ഞു. 45 ചുരുക്കി. അതും കൊണ്ട് താഴേക്ക് വരുമ്പോൾ മൂസാ നബി നിൽക്കുന്നു, മോസസ്. ആശാൻ ചോദിച്ചു, ഇത് പറ്റുമോ 40 തവണ? ഇല്ല, എന്നാൽ ഒന്നുകൂടെ പോയിട്ട് വാ. വീണ്ടും പോയി. അതും കൊണ്ട് വരുമ്പോൾ അപ്പുറത്ത് ആദൻ നബി നിൽക്കുന്നു. എന്നുവെച്ചാൽ മുഴുവൻ നബി ഇങ്ങനെ നിൽക്കുക. ഇവർ ചോദിച്ചു ലാസ്റ്റ് ഇങ്ങനെ ബാർഗൈൻ ചെയ്തായി 5 നേരമാക്കിയേ. മനസ്സിലായില്ലേ? 5 ടൈംസ് ഉള്ള സംഭവമില്ലേ? ചുരുക്കി പറഞ്ഞാൽ ഇത് പ്രാപിച്ചിട്ട് തിരിച്ച് ഇതേ സ്ഥലത്ത് ഇറങ്ങിയിട്ട് അന്ന് തന്നെ മെക്കെ വന്ന് കിടന്ന് ആൾ നേരം വെളുപ്പിച്ചു എന്നാണ് കഥ. അതിറങ്ങിയ സ്ഥലമാണ് യെറുസലേം. അപ്പം യെറുസലേമും പിടിച്ചു. ഇപ്പുറത്ത് ഇതേ സമയത്ത് ഉമറിൻ്റെ മറ്റൊരു പടയാളി നേരെ പോയി നമ്മുടെ അലക്സാണ്ട്രിയയിലേക്ക്. അവിടെ യുദ്ധം ആരംഭിച്ചു. യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തിട്ട് ഇവിടെ എല്ലാം കീഴടക്കി. LXS നമ്മൾ പറയുമല്ലോ, സെപ്റ്റുവജൻ്റൊക്കെ തയ്യാറാക്കിയ, പഴയ നിയമത്തിൻ്റെ പരിഭാഷ തയ്യാറാക്കിയ ലക്ഷക്കണക്കിന് പഴയ നിയമ പ്രതികൾ ഉണ്ടായിരുന്ന ഈജിപ്തിലെ ലൈബ്രറിക്ക് തീയിട്ടു. ഈജിപ്തിലെ ലൈബ്രറി കത്തി. 1-2 ദിവസമല്ല കത്തിയത്, മാസങ്ങൾ നിന്ന് കത്തിയെന്നാണ്. അതിൽ ഈ തുകൽ ചുരുളുകൾ വാരിയിട്ട് കത്തിച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി കുളിച്ചു. പടയാളികൾ ചായ ഉണ്ടാക്കി കുടിച്ചു. കത്തിച്ച് ചാമ്പലാക്കി. അങ്ങനെ 5 സ്ഥലങ്ങളും റോമടിച്ചു. ബാക്കി ഇടങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. സിറിയ പോയി. അപ്പോൾ കണ്ടോ, തമ്മിലടിച്ചാലുള്ള ഗുണം മനസ്സിലായോ? ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങളുണ്ട് തമ്മിലടിച്ചാൽ. ചരിത്രം പഠിക്കണം. പ്രൈസലോ. അപ്പോൾ തമ്മിലടിക്കാനുള്ള ഏതെങ്കിലും നിസാര കാലത്തിൽ അടിച്ചാൽ അത് തലമുറയ്ക്കാണ് ക്ഷീണം. നമ്മൾ കുറച്ച് നാളൊക്കെ കിട്ടിയാൽ എന്തൊക്കെ ഒരു സ്ഥാനത്തൊക്കെ എത്തുമെങ്കിലും അതിൻ്റെ ക്ഷീണം വലുത്. നമ്മൾ പോരാടി ജയിച്ചൊരു സെക്രട്ടറിയോ പ്രസിഡൻറ്റോ വലിയ തസ്തിയിലൊക്കെ എത്തും. പക്ഷേ നാട്ടിലത് സാക്ഷ്യക്കുറവും തലമുറയ്ക്കത് ക്ഷീണവുമാണ്. മറ്റൊരു കാര്യം കൂടി, ദൈവം നമ്മളെ ആക്കിയാൽ ഒരുത്തനും പറിച്ചെടുത്ത് കളയാൻ പറ്റില്ല. ദൈവം ആക്കുന്നെങ്കിൽ ആക്കിയാൽ മതി. അതൊരു മിനിസ്ട്രിയാന്ന് ഓർത്താൽ ആജീവനാന്തം അതിൻ്റെ മഹനീയത വലുതാണ്. നേതൃത്വമൊക്കെ വേണം. ഇല്ല, ഇത് ഓടണ്ടേ? അത് നല്ല വേല ആഗ്രഹിക്കുന്നു എന്നാണ്. അനുവരം നമ്മൾ നല്ല വേല ചെയ്താൽ എന്ത് ചെയ്യും? അത് പോട്ടെ. അവിടെ ഉമറിനെ മനസ്സിലായി. ഉമറിന് ശേഷം ഉസ്മാൻ. ഇദ്ദേഹം ഇച്ചിരി സമ്പന്നനായിരുന്നു ഉള്ളതിൽ, നല്ല പശ്ചാത്തലമുള്ള ആളാണ്. ഉസ്മാൻ തീരുമാനിച്ചു, ഈ ഖുർആൻ പല രൂപത്തിൽ ആളുകൾ പാടുന്നു. പലതരം പാഠഭേദങ്ങൾ അവരുടെ കയ്യിരിക്കുന്നു, വേർഷൻസ്. അദ്ദേഹം പറഞ്ഞ് അതെല്ലാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു, കയ്യിലുള്ള ഒന്ന് ക്രോഡീകരിക്കണമല്ലോ. അപ്പോൾ ഇത് ഈന്തപ്പനയുടെ മടലിൽ എഴുതിയത്, കലയിൽ എഴുതിയത്, ഒട്ടകത്തിൻ്റെ, ഇതൊക്കെ പലയിടത്ത് കിടക്കുകയാണ്. അതിൽ ലാസ്റ്റ് അദ്ദേഹം സുഖമില്ല കിടന്ന വീട്ടിലെ ഭാര്യയുടെ പേര് അഫ്സ എന്നായിരുന്നു. ഈ അഫ്സയുടെ പിതാവ് മുമ്പ് പറഞ്ഞു ഉമർ. അപ്പോൾ അഫ്സയുടെ തലയണക്കടിയിൽ, അഫ്സയുടെ വീട്ടിലെ കട്ടിലിൽ ഇദ്ദേഹത്തിൻ്റെ തലയണക്കടി കുറേ ഭാഗം ഇരുന്നു, കുറേ കട്ടിലിനടി ഇരുന്നു ഇങ്ങനെ എഴുതിയത്. അവസാനം ക്രോഡീകരിക്കാൻ ചെല്ലുമ്പോഴേക്ക് ഇതിൻ്റെ നല്ലൊരു ഭാഗം ആട് തിന്നിട്ട് പോയെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ ആടിനെ കണ്ട അവർക്ക് തിന്നാൻ തോന്നും. അതാണോ അച്ഛൻ ഉദ്ദേശിച്ചേ? അല്ല. ആ അതിൻ്റെ ഓർമ്മയ്ക്കാ. അപ്പോൾ പോട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഈ ഇവയെല്ലാം കൊണ്ട് ക്രോഡീകരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട്, അത് നമുക്ക് ഈ ഡിസോർഡറായിട്ട് അത് കിടക്കുന്നതിൻ്റെ ഒരു കാരണം അതാ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. ഖുർആൻ എന്ന് പറഞ്ഞാൽ കുറേ A4 സൈസിൽ നമ്മൾ ഇത്രയും പേരും എഴുതി ഒന്നിച്ചാക്കണം. പല വിഷയങ്ങൾ എഴുതുകയാണ്. നിർഭാഗ്യവശാൽ പേജ് നമ്പർ ഇട്ടില്ല. ഇതെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചു. ഫാൻ വന്നപ്പോൾ ഇത് ചെതറി പല വഴിക്ക് വീണത്. എടുത്ത് കുത്തിക്കെട്ടിയാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലൊരു ഗ്രന്ഥമാണ്. ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെ പറഞ്ഞ ലൈവ് കിടപ്പുണ്ട്. അതാ സാധനം. കാരണം ഒന്നിൻ്റെ ബാക്കി വേറെടുത്ത്, അതിൻ്റെ ബാക്കി വേറെടുത്ത്, ഇത് വലിയ പാടാണ്. എനിവേ, അവരെ കളിയാക്കിയതല്ല, ഞാൻ ഉള്ള യാഥാർത്ഥ്യം പറഞ്ഞാൽ. നമ്മളെപ്പറ്റി പറയുന്നതിൻ്റെ 4 അംശം പോലും ആയിട്ടില്ല ഞാൻ പറയുന്നത്. ഇനി പിന്നെ വന്ന ഈ ഉസ്മാൻ ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നു.
ഇവിടേക്ക് ഉസ്മാനുമായിട്ട് പ്രശ്നമായി. ഉസ്മാനുമായിട്ട് പ്രശ്നം വരാൻ കാരണം ഉസ്മാന് ഉമർ മരിച്ചുപോയി. ഉമറിനെ കൊന്നതൊരു അടിമയാണ്, ഫിറോസ് എന്ന് പറഞ്ഞൊരു അടിമ. അയാൾ വിഷം പുരട്ടിയ വാളുകൊണ്ട് കൊന്നു. കൊല്ലാൻ കാരണം ഒരു ദിവസത്തേക്ക് 1 ദിറംസ് വെച്ച് തൻ്റെ യജമാനന് കൊടുക്കണം, എനിക്കതിന് ശേഷിയില്ലെന്ന് പറഞ്ഞു. കൊടുത്തേ പറ്റൂന്നായപ്പോൾ പുള്ളി വാളിന് ഉസ്മാനെ കൊന്നു. ഉമറിനെ കൊന്നു. ഉസ്മാൻ്റെ അരികിലേക്ക് വരുമ്പോൾ ഉസ്മാൻ്റെ അവസ്ഥ, ഇതെല്ലാം ക്രോഡീകരിച്ചു, കിട്ടിയതെല്ലാം ക്രോഡീകരിച്ചിട്ട് ബാക്കി കിട്ടിയതെല്ലാം കത്തിച്ച് കളഞ്ഞു. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു പരസ്യം വന്നു, ഉസ്മാൻ ഖുറാൻ കത്തിച്ചു. രണ്ടാമതായിട്ട് മുഹമ്മദിൽ നിന്ന് കൈമാറ്റം ചെയ്ത് കിട്ടിയൊരു മോതിരം ഈ കയ്യിലുണ്ടായിരുന്നു. അത് ഖലീഫമാർക്ക് പരമ്പരയോടെ കിട്ടുന്നതാണ്. ഇത് സംസം കിണറ്റിലെ വെള്ളം കോരുമ്പോൾ ഊരിപ്പോയി, കിട്ടിയിട്ടില്ല, ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പ്രിവിലേജ് ഇദ്ദേഹത്തിൽ നിന്ന് അള്ള എടുത്തു കളഞ്ഞു എന്ന ആളുകൾ വ്യാഖ്യാനിച്ചു. രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, ഈ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് നമ്മുടെ പഴയ അബൂബക്കറിൻ്റെ മകൻ ഒരാവശ്യം ഉന്നയിച്ചു വന്നു. പഴയ ഖലീഫയുടെ, ഇയാൾക്ക് ഈജിപ്തിലെ ഗവർണറാകണം. അപ്പോൾ ഉസ്മാന് താല്പര്യമില്ല, കൂടെയുള്ളവർക്കും താല്പര്യമില്ല. എങ്കിലും ഇതൊരു കത്തെഴുതി, അപ്പോയിൻമെൻ്റ് ലെറ്റർ എഴുതി റെഡിയാക്കി ഇത് പാക്ക് ചെയ്ത് ഇയാളെ ഈജിപ്തിലേക്ക് വിടുക. പോകുന്ന വഴിക്ക് ഈ മനുഷ്യന് തോന്നി ഇതൊന്ന് നോക്കണം. പൊട്ടിച്ച് വായിച്ചപ്പോൾ ഞാൻ വിടുന്ന ആളിനെ അവിടെ ഇട്ട് തട്ടിയേക്കണമെന്നാണ്, അപ്പോയിൻമെൻ്റ് അല്ല. ഒന്ന് വലിയ വിഷയമായി. ഈ അദ്ദേഹം ഇരുന്ന വീട് വളഞ്ഞു. അതും മസ്ജിദുള്ള സ്ഥലമാണ്. 24 ദിവസം ഉസ്മാനെ പട്ടിണിക്കിട്ട് അവർ തന്നെ വന്ന് വെട്ടിക്കൊന്നു. 4ാമത്തെ ആളാണ് അലി, മരുമകൻ. താരതമ്യേന നല്ല മനുഷ്യൻ അലിയാണ്, ഇച്ചിരി മാന്യൻ, അതായത് മരുമകൻ വീരമുള്ള ആളാണ്. അലി വന്നു, ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു, കുടിപ്പകയൊന്നും ഇനിയും വേണ്ട. പക്ഷെ ആയിഷ വിടുന്നില്ല. പഴയ ആയിഷ പറഞ്ഞ് ഞങ്ങളുടെ റൈറ്റാണ്, ആയിഷയ്ക്ക് മക്കളില്ല, ഞങ്ങളുടെ റൈറ്റാണ്, ഞങ്ങൾക്ക് കിട്ടണം അധികാരം. അങ്ങനെ അത് വന്നിട്ട് ആയിഷ തന്നെ യുദ്ധത്തിനിറങ്ങി. ആയിഷ യുദ്ധത്തിന് വന്നു, അലിയും യുദ്ധത്തിന് വന്നു. ഒടുക്കം ആയിഷ മുൻനിരയിൽ നിന്ന് പടയാളികളെ നയിച്ചു വരും വഴിക്ക് അലി അമ്പെയ്ത് ഈ ഒട്ടകത്തിൻ്റെ ശരീരം മുഴുവൻ അമ്പായി. മുള്ളൻ പന്നിയുടെ മുള്ളു കണക്കേന്നാണ് പറയുക. ആ സാധുമൃഗം താഴെ വീണു. അത് ഓടിച്ചെന്ന് ഇവരെ ഇറക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെനിക്ക് കൊല്ലാം, പക്ഷേ നിങ്ങൾ പ്രോവറ്റിൻ്റെ വൈഫാണ്, ഞങ്ങളുടെ അമ്മയാണ്. അങ്ങനെ ആശ്രിതയായിട്ട് തീർന്ന് ആ പ്രശ്നം പരിഹരിച്ചെങ്കിലും കുടിപ്പക കിടന്നിരുന്നു. ആ പക വർദ്ധിച്ച് പിൽക്കാലത്ത് മുസ്ലിങ്ങൾ 2 വിഭാഗമായി പിരിഞ്ഞു. അതിലൊരു കൂട്ടർ പറഞ്ഞു അബൂബക്കറിൻ്റെ ട്രഡീഷനാണ് കറക്റ്റ്, ഇദ്ദേഹത്തിൻ്റെ അല്ല. ആരുടെ? അലിയുടെ. അലിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അലിയുടെ അനുഗാമികൾ പറയാൻ തുടങ്ങി അലിയാണ് പ്രോഫറ്റിനേക്കാൾ വലിയ ആൾ. ബിക്കോസ് മുഹമ്മദ് ഈസ് ദ പ്രോഫറ്റ് ഓഫ് അല്ലാ, അലി ഈസ് ദ ഫ്രണ്ട് ഓഫ് അല്ലാ. ഫ്രണ്ടാണ് പ്രധാനം, പ്രോഫറ്റ് അല്ല. പ്രോഫറ്റ് ഈസ് എ മെസ്സഞ്ചർ, ഫ്രണ്ട് ഓൾവേസ് ഫ്രണ്ട്. അങ്ങനെ അലിയെ പുകഴ്ത്തുന്ന വാക്യങ്ങളൊക്കെ ഇവർ ഖുറാനിൽ നിന്ന് കളഞ്ഞതാണ്. ഇപ്പോൾ ഉള്ളത് ഒറിജിനലല്ല, ഈ അടിമൂത്തു. അലിയുടെ ഫോളോവേഴ്സ് നമ്മുടെ ഇറാനിലുമൊക്കെ ഉള്ള ഷിയ വിഭാഗവുമായും അബൂബക്കറിൻ്റെ അല്ലെങ്കിൽ ആയിഷയുടെ ഫോളോവർ സുന്നികളായും മാറി. ഇതാണ് സുന്നി ആൻഡ് ഷിയ. ഇതാണ് ഏകദേശ ചരിത്രം. പിന്നെ ഒത്തിരി ഉണ്ട്. പിന്നെ അതിൽ നിന്ന് പിരിഞ്ഞ് കാവാരിജികളൊക്കെ ഉണ്ട്. അവരാണ് ഈ ക്രൂരത, കാവാരിജികൾ, അക്രമം നടത്തുന്ന ആളുകൾ. അതെല്ലാം പൊക്കോട്ടെ. ഇവരെ നമ്മളോടുള്ള വിഷയം നമ്മളോട് പറയുന്നത് എന്താണെന്നറിയണ്ടേ? ആര് പറയുന്നേ? മോസ, ഈസ, ഈ പ്രോഫറ്റ്സ് ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൊള്ളാം. അവിടെ അങ്ങനെ പറഞ്ഞ ഘട്ടത്തിൽ യേശു പറഞ്ഞു, ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ആവർത്തനം 18:18 18 ഓഫ് ബുക്ക് ഓഫ് ഡ്യൂട്രോണമി പറഞ്ഞു, യഹോവയായ ദൈവം എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ എഴുതിപ്പിച്ചു തരും. അത് മുഹമ്മദാണ്. അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് മുഹമ്മദിലാണ്. യേശുവിൻ്റെ പാത, മുഹമ്മദിൻ്റെ പാത, അത് രണ്ടും ഒന്നുപോലെയാണ്. ക്രിസ്ത്യൻസ് ജൂതന്മാരും എന്തേ ഇത് ഉൾക്കൊള്ളുന്നില്ല? രണ്ടാമത്, യേശു പ്രവചിച്ചു, ഞാൻ പോയ ശേഷം സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരും. ആ കാര്യസ്ഥൻ മുഹമ്മദാണ്. കാര്യസ്ഥൻ്റെ പരിപാടിയൊക്കെ കണ്ടല്ലോ നമ്മൾ അല്പം മുമ്പല്ലേ. അതും പോട്ടെ. ഈ 2 കാര്യങ്ങൾ സ്ട്രോങ്ലി നിങ്ങളോട് ഈ മുസ്ലിം
പ്രബോധകർ അവരെ വിളിക്കുന്നത് ദാവാക്കാരെന്നാണ്. ദാവ, നമ്മളെ മിഷണറി എന്ന് വിളിക്കുന്ന പോലെ ഇസ്ലാമിക് മിഷണറിമാരെ വിളിക്കുന്ന പേരാണ് ദാവ. ഈ ദാവാക്കാർ വഴിയിലൊക്കെ നിന്ന് ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതൊന്ന് കേൾക്കുക, എന്നിട്ട് പറയാം ഐ ആം വില്ലിങ് ടു എഗ്രി, ഞാൻ എഗ്രി ചെയ്യാൻ തയ്യാറാണ്. ബട്ട് ഐ മസ്റ്റ് ഹിയർ ഇറ്റ് ഫ്രം ഖുർആൻ. നിങ്ങളുടെ വായിൽ നിന്ന് എനിക്ക് കേൾക്കണ്ട, എനിക്കിത് ഖുർആനിൽ നിന്നൊരു വാക്യം വെച്ച് തെളിയിച്ചു തരണം. ബൈബിൾ തുറക്കണ്ട. ഖുർആനിൽ എവിടെങ്കിലും പറഞ്ഞോ മുഹമ്മദ് ആവർത്തനം 18:18 പറയുന്ന ആളാണെന്ന് എവിടെങ്കിലും ഒരു വചനമുണ്ടോ? ഇല്ലെന്നാണ് ഉത്തരം. മനസ്സിലായോ? ഖുർആനിലെങ്ങും ഇല്ല. യേശു പ്രവചിച്ച പാരാക്ലിറ്റോ, അതായത് പരിശുദ്ധാത്മാവ് ഈ മുഹമ്മദാണെന്ന് മുഹമ്മദ് എവിടെങ്കിലും ക്ലെയിം ചെയ്തോ? അള്ള പറഞ്ഞോ? ഖുർആനിലുണ്ടോ? ഈ 3 ചോദ്യം ചോദിക്കണം. അള്ള പറഞ്ഞോ, മുഹമ്മദ് പറഞ്ഞോ, ഖുർആനിലുണ്ടോ? കാണിച്ചു തരാൻ പറ്റില്ല. അള്ള പറയാത്ത, ഖുർആൻ പറയാത്ത, മുഹമ്മദ് പറയാത്ത ഈ കാര്യം പറയാൻ നിങ്ങളാര്? അന്ത്യപ്രവാചകനായത്, ഇനി വേറൊരാളില്ല. അദ്ദേഹം ഇത് വെളിപ്പെടുത്തി തരണ്ട. അദ്ദേഹം പറയേണ്ട കാര്യം പറഞ്ഞില്ലല്ലോ. അടുത്തത്, ബൈബിളിൽ മനുഷ്യൻ്റെ കൈകടത്തലുണ്ട്. ബൈബിൾ കറക്റ്റഡാണ്, ബൈബിൾ മോശമാണ്. ബൈബിളിലല്ല. ക്രിസ്ത്യാനികൾ പൗലോസിൻ്റെ കാലം വന്നപ്പോഴേക്ക് ക്രിസ്തുവിനെ ദൈവമാക്കി. ഇങ്ങനെയാണ്. ക്രിസ്തു ദൈവമല്ല, ക്രിസ്തു പ്രൊഫറ്റാണ്, അല്ലെങ്കിൽ ഈസ പ്രോഫറ്റാണ്, നോട്ട് ഗോഡ്. ദൈവമല്ല. ഹി ഹിംസെൽഫ് നെവർ ക്ലെയിംഡ് ലൈക്ക് സോ. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ, നമ്മളാണ് ഇതാക്കിയത്. അപ്പോഴും സമ്മതിക്കണം, വാദത്തിന് വേണ്ടി കേട്ടോ. ശരി, എവിടെയാണ് പൗലൂസിനെതിരെ ഒരു വചനം ഖുർആനിലുള്ളത്? ഇതിനു മുമ്പ് പൗലോസ് ഉണ്ടല്ലോ, ഈ ലേഖനങ്ങളെല്ലാം ഉണ്ട്. അടുത്ത ചോദ്യം ഖുർആനിൽ പറയാണ്, നിങ്ങൾക്ക് റെഫറൻസ് വേണം, ഞാൻ പിന്നെ ഇട്ടുതരാം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആസ്ക് അണ്ടർ ദ പീപ്പിൾ ഓഫ് ദ ബുക്ക്. പീപ്പിൾ ഓഫ് ദ ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളാണ്, വേദക്കാർ. വേദക്കാരോട് ചോദിക്കുക, അവർ പറഞ്ഞുതരും, നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ പിന്നെയും പറയുന്നത്, ഈ ഉമർ മുഹമ്മദിനെ ഈ ബൈബിൾ, ഇഞ്ചീലെന്ന് അവർ പറയുന്നത്, സുവിശേഷം, അത് വായിച്ച് കേൾപ്പിച്ചെന്നാണ്. ഈ വചനമൊക്കെ വായിച്ച് കേൾപ്പിച്ചെങ്കിൽ അവിടെ ഇന്ന തെറ്റുണ്ടെന്ന് ഇന്നത്തെ ഒരു ദാവക്കാരൻ പറയുന്ന ആവേശത്തോടെ എന്തുകൊണ്ട് മുഹമ്മദ് പറഞ്ഞില്ല? അദ്ദേഹം മിണ്ടിയിട്ടേ ഇല്ല ഈ കാര്യം. അപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായി ഇവരോട് ചോദിക്കേണ്ടത് ഈ ഒരു ചോദ്യമാണ്. ബൈബിളിൽ കൈയടത്തലുണ്ട്, ഇന്ന തെറ്റുണ്ട്, പൗലോസ് ആളുകളെ മിസ്ഗൈഡ് ചെയ്തു എന്നുള്ള നിങ്ങളുടെ വാദമെല്ലാം മുകളിലേക്ക് എടുക്കാം. പക്ഷേ ഫ്രം ഖുർആൻ നിങ്ങൾക്ക് ഏതാണ് വേഴ്സ്? എനിക്ക് ഖുർആനിലെ റെഫറൻസ് തരാൻ പറ്റത്തില്ല. ഇനി ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അവർ പറയുന്ന അടുത്ത കാര്യമാണ് ദൈവത്തിന് ഈ തൃത്വം, ത്രിയേകത്വത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ചവരോട് ചോദിക്കേണ്ടത്, എവിടെയാണ് ട്രിയൂണിറ്റിയെ ഖുർആൻ എതിർക്കുന്നത്? അത് പറഞ്ഞാൽ അവർ പെട്ടുപോകും. കാരണം ഒന്നാമത് ഈ ഈസ എന്നൊക്കെ പറഞ്ഞാലേ തെറ്റിപ്പോവും. എൻ്റെ കാരണം പറയാം. മറിയമിൻ്റെ മകൻ ഈസ, മറിയമിൻ്റെ അപ്പൻ്റെ അമ്മയുടെ പേര് പറയുന്നുണ്ട്. ഹറൂണിൻ്റെ സഹോദരിയും ഇമ്രാൻ്റെ മകളുമായ മറിയം. ഹറൂൺ എന്ന് പറഞ്ഞാൽ അഹരോനാണ്, ഹറൂൺ. ഇമ്രാൻ എന്ന് പറഞ്ഞാൽ അഹരോൻ്റെയൊക്കെ അപ്പൻ. ഇത് തന്നെ അവർ പൊട്ടിപ്പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ആരാണ്ട് ഉദ്ദേശിമാർ അവിടുത്തെ അച്ഛന്മാർ പ്രസംഗിക്കുന്ന കേട്ടപ്പോൾ ഓർത്തു ഈ മിറിയാമും മറിയമും ഒരാളാണെന്ന് ഓർത്തു. അല്ലാഹ്ക്ക് വെച്ചിട്ട് കയ്യബദ്ധം പോട്ടെ. ഈ വാക്യം പഠിപ്പിക്കണം. ഹറൂൻ്റെ സഹോദരിയും ഇമ്രാൻ്റെ മകളുമായ മറിയം, ആ മറിയമിൻ്റെ മകൻ ഈസ. പിടികിട്ടിയ അബദ്ധം മനസ്സിലായില്ലേ? അടുത്തത് ട്രിനിറ്റിയിലേക്ക് വരാം. ഒരു വാക്യം വരെ തരും. മുന്ന എന്ന് നിങ്ങൾ പറയരുത്. മുന്ന എന്ന് വെച്ചാൽ ട്രിനിറ്റി എന്ന് നിങ്ങൾ പറയരുത്. സൂറത്തുൽ മറിയം എന്നൊരു ചാപ്റ്റർ ഉണ്ട്, 19 എനിക്ക് തോന്നുന്നു, ആലു ഇമ്രാൻ 4. അപ്പോൾ അവിടെ ഒരു വചനമാണ്, അന്നാളിൽ അള്ളാഹ് ഈസയോട് ചോദിക്കും, ഈസ നീ എനിക്ക് പുറമെ നിന്നെയും നിൻ്റെ അമ്മയായ മറിയത്തെയും ദൈവങ്ങളാക്കിയിട്ടുണ്ടോ? ചോദ്യം കേട്ടോ. 1 ഞാൻ, 2 നീ,
3 മറിയം. നീ എനിക്ക് പുറമേ, അല്ല പറയാം, നീ എനിക്ക് പുറമേ നിന്നെയും നിന്റെ അമ്മയായ മറിയത്തെയും ദൈവങ്ങളാക്കിയിട്ടുണ്ടോ? കേട്ടോ? എന്ന് വെച്ചാൽ ഈ പാവം മനുഷ്യൻ ഓർത്തു, അന്ന് കാലത്ത് കാത്തലിക്സുമൊക്കെ ഫോളോ ചെയ്തു പോന്ന തിരുക്കുടുംബം ആ വിഗ്രഹമൊക്കെ ഇരിക്കുന്നത് കണ്ട് യോസേപ്പ് പിതാവിനെ കണ്ടിട്ട് ഓർത്തു ഇതായിരിക്കും പിതാവായ ദൈവം, അല്ലെങ്കിൽ ഇവർ പറയുന്ന അല്ല. അപ്പോൾ അത് മറിയം ഇരിക്കുന്നത് കണ്ടിട്ട് ഇതാണ് ക്രൈസ്തവരുടെ ട്രിനിറ്റി എന്ന് മുഹമ്മദ് തെറ്റിദ്ധരിച്ചു. അപ്പോൾ നമ്മൾ പറയേണ്ട മറുപടി, ഞങ്ങളുടെ ട്രിനിറ്റി, ഞങ്ങളുടെ എന്നുള്ള ലോകത്തൊരാളും ട്രിനിറ്റി പിതാവ് പുത്രൻ മറിയം എന്ന് പറയുന്നുണ്ടോ? അത് ഹോളി ഫാമിലിയാണ്, ആ ഫെയ്ത്താണ്. ഞങ്ങൾക്ക് ആ ഫെയ്ത്ത് പോലും ഇല്ല. അപ്പോൾ ട്രിനിറ്റിയെ കണ്ണിച്ചു കൊണ്ടൊരു വചനം പോലും ഖുർആനിലില്ല. പിന്നെ എങ്ങനെ? അപ്പോൾ ഇവരുടെ ഇസ്ലാമിക് ടോക്കെല്ലാം എന്തേ അവിടെ തീർന്നു പോകും. നിങ്ങൾ ഏറ്റവും പ്രധാനം അറിയേണ്ടത്, ഇത്രയും ഞാൻ പറഞ്ഞ ഇസ്ലാമിക് ഹിസ്റ്ററിയൊക്കെ വിട്, അദ്ദേഹത്തിൻ്റെ കഥയെല്ലാം വിട്ടേക്ക്, ഇപ്പുറത്ത് ഇത് മാത്രം നോക്കുക. ഇതെല്ലാം ഒടുവിൽ ഞങ്ങളുടെ ചർച്ചകൾക്കകത്ത് ഞങ്ങൾ കൊണ്ടുവന്നൊരു പ്രധാന ചോദ്യമുണ്ട്. ഇദ്ദേഹത്തിലൊരു പ്രോവറ്റിൽ കാണേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണ്? ആ ക്വാളിറ്റി ഒന്നുമില്ല. അപ്പോൾ അവർ ബദൽ പറയുന്നത് ദാവീദിനെ സോളമൻ ബഹുഭാര്യത്തുണ്ടായിരുന്നു, ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. നമുക്കതിൻ്റെ മറുപടി, അത്തരത്തിലുള്ള ജീവിതചര്യകളെ മുഴുവൻ റദ്ദ് ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു പുതിയ നിയമം ഞങ്ങളുടെ കയ്യിലുണ്ട്. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. ആ തെറ്റിന് ശിക്ഷ കൊടുത്തോ പരിഹരിച്ചോ ശുദ്ധി ചെയ്തിട്ട് ഒരു നൂതന സംസ്കാരമാണ് ക്രിസ്ത്യാനിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഞങ്ങൾ ആ ജീവിതത്തിൽ സ്വസ്ഥരാണ്, സംതൃപ്തരാണ്. ലാസ്റ്റ് 2000 ഇയേഴ്സ് ഞങ്ങളതാ ഫോളോ ചെയ്യുന്നത്. അതിനിടയിൽ ഇങ്ങനൊരാൾ വന്നിട്ട് വീണ്ടും പഴയ ജീവിതത്തെ പുനഃസ്ഥാപിക്കാൻ വന്നാൽ ഞങ്ങൾ എന്തിനെ അഗ്രി ചെയ്യണം? ഞങ്ങൾക്ക് എങ്ങനെ ഇത് പരിശുദ്ധാത്മാവാകും? ഇതെല്ലാം നിറം പിടിച്ച കഥകളാണ്. അതുകൊണ്ട് ഇവിടെ വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ള കാര്യത്തിലൊന്നും പേടിക്കണ്ട. ഞങ്ങളുടെ കുറേ വീഡിയോകൾ കണ്ടാൽ മതി. കേരളത്തിലൊന്നും ഇപ്പോൾ ഇവരെ കൊണ്ട് ഒരു ശല്യമില്ല, ഒരു പ്രശ്നമില്ല. കാരണം 100 കണക്കിനല്ല 1000 ചെറുപ്പക്കാർ ഇത് പഠിച്ച് രംഗത്ത് വന്നു. സിസ്റ്റമാറ്റിക്കായിട്ട് അളന്നു തൂക്കി മറുപടി കൊടുക്കാൻ കഴിയുന്ന ആളുകൾ വന്നപ്പോൾ അവർ സ്തംഭിച്ചു. ഇവിടെയും കുറേ പേര് പഠിക്കണം, അവർക്ക് മാത്രമായിട്ട് റൈറ്റൊന്നും ഈ രാജ്യവും കൊടുത്തിട്ടില്ല, ഒരു രാജ്യവും കൊടുത്തിട്ടില്ല, അവരുടെ രാജ്യങ്ങൾ കൊടുത്തു കാണും. ആൻസർ പറയാൻ ബാധ്യസ്ഥരാക്കണം. അതിലേറ്റവും പ്രധാനം, നമ്മുടെ ബൈബിളിൽ ചില വാക്യങ്ങൾ എടുത്തിട്ട് അതിനകത്ത് നമ്മളെ ഇങ്ങോട്ട് ഉരുട്ടാനായിരിക്കും ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ തത്വത്തിൽ എന്ത് പറയണം? എനിക്ക് മനസ്സിലാകാത്ത ഒത്തിരി ബൈബിളിലുണ്ട്, ഞാൻ സമ്മതിച്ചു, പക്ഷെ ഇതിൽ ശ്രേഷ്ഠമെന്ന് പറയുന്ന ആ പുസ്തകത്തിൽ നിന്നുള്ളത് പറഞ്ഞതാ. പിടികിട്ടിയോ? നമ്മൾ ഈ ചിലതരം മരുന്നുകൾ വാങ്ങാൻ വേണ്ടി ഈ മോഡേൺ മെഡിസിനെ കുറ്റം പറയുന്ന ആളുകളുടെ ഇടയിലേക്ക് ചെന്നാൽ അമ്മമാർ 2 മണിക്കൂർ ഇരുന്നു ഇംഗ്ലീഷ് മരുന്നിൻ്റെ കുറ്റമാണ് പറയുന്നത്. ചേട്ടാ നേരമില്ല, അതിലും നല്ലതെന്നും പറഞ്ഞാൽ ഇത് വിളിച്ച് ഇതിങ്ങിതാ. ഇതിൻ്റെ ക്വാളിറ്റിയോ ഞങ്ങൾക്ക് പറ, അതിൻ്റെ മോശം പറയണ്ട, ഇതിൻ്റെ ക്വാളിറ്റി പറ. അത് പറയാൻ പറ്റില്ല. സമാധാനം എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഖലീഫമാരുടെ 4 കാലം വരെയും ഇവിടെ വരെയുള്ള കാലം എടുത്താൽ മനസ്സിലാകും, ചോരച്ചൊരിച്ചിലിൻ്റെ അല്ലാത്ത ഒരു ചരിത്രമില്ല. അപ്പോഴേക്കും ഇവർ തിരികെ പറഞ്ഞൊരു കാര്യം, ഫസ്റ്റ് വേൾഡ് വാർ മുസ്ലിം ചെയ്തതല്ല, സെക്കൻഡ് വേൾഡ് വാർ മുസ്ലിം ചെയ്തതല്ല, ഈ ഹിരോഷിമയും നാഗസാക്കിയും മുസ്ലിങ്ങൾ ചെയ്തതല്ല, അതിനെ നമ്മൾ ക്രിസ്ത്യൻസ് ചെയ്തതാണോ? പ്രാർത്ഥിച്ചിട്ട് പോയി നമ്മൾ സഹായം കഴിഞ്ഞെന്നാൽ നമുക്ക് ഹിരോഷിമയിൽ പോയി തട്ടിയാലോ എന്നും പറഞ്ഞ് സെൻട്രൽ ഭാഷ നമ്മളെല്ലാവിടെ പോയി ചെയ്താണോ? അത് പോളിറ്റിക്സാണ്. അതൊരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. അല്ല ക്രൈസ്തവൻ മതത്തിന് വേണ്ടി പോയി ചെയ്ത കാര്യമല്ലത്. കുരിശുദ്ധമൊന്നും അതിനല്ല, പൊളിറ്റിക്സാണ്. അതിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ട, എൻഡോസ് ചെയ്യാൻ വേണ്ട. ഇതല്ല, മതത്തിന് വേണ്ടി ഇത്രയും ക്രൂരമായ കൊല, ഭീകരമായ കൊല, ഇന്നും അത് അഭംഗുരം തുടരുക. എന്നിട്ട് അതിൻ്റെ പേരാണ് സമാധാനം. ഞാനതിന് ഒരു ഇത് പറഞ്ഞു, ശരിയാണ് ഈ പറഞ്ഞ ഒരു കണക്കിന് സമാധാനമാണ്. കാരണം നമ്മളെല്ലാം കൂടെ തട്ടിക്കഴിഞ്ഞ ഒരു ശാന്തത ഉണ്ടല്ലോ. മൊത്തം പേരെയും കൂടി ഇരിക്കുമ്പോൾ തട്ടുകയാണ്, പിന്നെ സമാധാനമാണ്. അപ്പോൾ നിങ്ങൾ ആൻസർ കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ ഹോളി സ്പിരിറ്റിനെ പറ്റി പറഞ്ഞ ആ വിഷയത്തെ ഒന്ന് എംഫസൈസ് ചെയ്ത് സംസാരിച്ച് ചുരുക്കാം. അതിലൊന്ന് പരിശുദ്ധാത്മാവ്. വളരെ കുറച്ച് വാക്യങ്ങളെ ബൈബിളിൽ ഹോളി സ്പിരിറ്റിനെ പറ്റിയുള്ളൂ.
പക്ഷെ അത് തന്നെ ധാരാളമാണ്. നിത്യാത്മാവാണ് പരിശുദ്ധാത്മാവ്. മനുഷ്യനെപ്പറ്റി പറയും, മനുഷ്യൻ്റെ ആത്മാവിനെപ്പറ്റി പറയുന്നിടത്ത് ആത് എന്ന ന്യൂട്രൽ ജെൻഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആത്. മനുഷ്യൻ്റെ ആത്മാവ് മുകളിലോട്ട് പോവോ താഴോട്ട് പോവോ ആർക്കറിയാം? ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അരികിൽ. പക്ഷെ ഹോളി സ്പിരിറ്റിനെ പറ്റി പറയുക, അവൻ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. ഒരു പേഴ്സണാണ്. ഒക്കെ ഇന്നലെ പറഞ്ഞ അവിടുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പേഴ്സണാണ്. ഇനി നാളത്തെ ക്ലാസ്സിൽ അത് കൂടുതൽ പറയാം. പരിശുദ്ധാത്മാവ് പുതുനിയമസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഭവിച്ചു തുടങ്ങിയത് അപ്പോസ്തല പ്രവൃത്തി 2 മുതലാണ്. അതുവരെ സാന്നിധ്യമുണ്ട്, നിയോഗമുണ്ട്, കമ്മീഷനിങ് ഉണ്ട്. ഇതെല്ലാം ശരിയാണെങ്കിലും ബേത്ലഹേമിൽ മറിയത്തിൻ്റെ ഉദരത്തിലേക്ക് ക്രിസ്തു ജഡമെടുത്തു വന്നതുപോലെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് അപ്പോസ്തല പ്രവൃത്തി 2. കാരണം അന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ജഡങ്ങളിൽ വന്ന് വാസം ചെയ്യാൻ തുടങ്ങിയ ദിവസമാണ് പെന്തക്കോസ്റ്റ്. അപ്പോൾ 2 ദിവസവും പ്രധാനം നമുക്ക്. കാരണം ക്രിസ്തു ജഡത്തിലുരുവായതുപോലെ സഭ ഉരുവായി വന്നതും അങ്ങനെയാണ്. അതിനൊരു കാരണമുണ്ട്. ഇവിടെ അമ്മമാരും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അമ്മയും കുഞ്ഞും ഒരുമിച്ചാണ് ജനിച്ചതെന്ന് എത്ര പേർക്കറിയാം? കുഞ്ഞ് ജനിച്ചതിൻ്റെ അന്നാ അമ്മയും ജനിച്ചതെന്ന് അല്ലേ? അതേന്ന് എൻ്റെ ഭാര്യ എനിക്കൊരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോഴാണ് അവൾ അമ്മയായത് അന്നാണെന്ന്. അതാ പറഞ്ഞത്, അമ്മയും കുഞ്ഞും ഒരുമിച്ചാണ് ജനിച്ചതെന്ന്. അന്നാ അച്ഛൻ ജനിച്ചേ, അന്നാ അങ്കിള് ജനിച്ചേ, അന്ന് ആൻറ്റി ജനിച്ചു. 100,000 ബന്ധങ്ങളിലൊരു ജനനമാണ് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഏറ്റെടുത്തേ അല്ലേ? അമ്മയും കുഞ്ഞും ഒരുമിച്ചാണ് ജനിച്ചത്. അമ്മ ജനിക്കുന്ന കൂടെ, കുഞ്ഞ് ജനിക്കുന്ന കൂടെയാണ് അമ്മയും ജനിക്കുന്നത്. ഇതുപോലെ നമ്മൾ ജനിച്ച ദിവസമാണ്, നമ്മളായ ദിവസമാണ്, നമുക്ക് ഐഡൻറ്റിറ്റി വന്ന ദിവസമാണ്. ആക്ട്സ് ചാപ്റ്റർ 2 പറയുന്ന ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ്. ആ ഡേ ഓഫ് പെന്തക്കോസ്റ്റിൽ നമുക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് നമ്മളിൽ വന്നപ്പോൾ നമ്മൾ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അത് എന്നു വരെ തുടരുമെന്നറിയോ? സെക്കൻഡ് കമ്മിങ് വരെ. അന്ന് വരെ സഭയ്ക്ക് കൃപാവരങ്ങൾ സകലതും ഉണ്ടാവും. അന്ന് വരെ. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാവില്ല. ഉണ്ടാവുമോ? നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രവചനം ഉണ്ടാവും. നമ്മൾ സ്വർഗത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പറയാം, മകനെ ഇന്ന് പകൽക്കാലം ചില ആലോചനകൾ നിന്നോട് അറിയിക്കട്ടെ, ഓടാന്ന് പറയണം. നീ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കേണ്ട. ഈ സമയത്ത് വന്ന ആലോചന, ഞാനൊരു കാഴ്ചപ്പാട് ഒരു കാഴ്ചയും നീ ഇനിയും കാണണ്ട. കാരണം പ്രവചനങ്ങളുടെ പൊരുളായവനെ ഞാൻ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ഇത് വേണ്ടെന്ന്. അതുവരെ അംശമായ അറിവുകൾ എനിക്കിതിലൂടെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ പൂർണ്ണത പ്രാപിച്ചു. ഒരു മനുഷ്യൻ അറ്റൈൻ ചെയ്യാവുന്ന പൂർണ്ണത കേട്ടോ. ആ പൂർണ്ണത പ്രാപിച്ചപ്പോൾ അംശമായ വരങ്ങളെല്ലാം അപ്രസക്തമാകും. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ പാസ് പറഞ്ഞ ക്രമം അനുസരിച്ച് 8:50 ഇതാ പിടിച്ചു നിർത്തുന്നു. അന്യഭാഷ അടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി ഏത് ചോദ്യമാകാം, നാളെ നമുക്കത് സംസാരിച്ച് കൺക്ലൂഡ് ചെയ്യാം. ഹോളി സ്പിരിറ്റിനെ കൃപാവരങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായ പഠനത്തിന് നാളെ രാത്രി നമുക്ക് ഒരുമിച്ച് വരാം. ഒപ്പം ഒരു കാര്യം, നമ്മളാദ്യം പഠിച്ചതെല്ലാം അങ്ങ് വിട്ടേക്ക്. ഒരാത്മചൈതന്യവും കിട്ടുന്ന കാര്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ദൈവകൃപയിൽ ആശ്രിതമായ ഒരു ആത്മീക ജീവിതത്തെ പ്രാപിച്ച് ശക്തിയുക്തം മുമ്പോട്ട് പോകാനുള്ള കൃപ നമുക്ക് കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്കും ഒരിക്കൽ കൂടി വന്ദനം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.